Hello everyone and welcome back. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പനി അക്കൗണ്ട്സ് ചാപ്റ്ററിലെ ഷെയർസ് എന്ന് പറയുന്ന യൂണിറ്റിന്റെ ബേസിക് ജേർണൽ എൻട്രീസ് ആണ്. ഇത് CA ഫൗണ്ടേഷന്റെ സിലബസ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ ആപ്ലിക്കബിൾ ടു CMA ഫൗണ്ടേഷൻ, CMA intermediate, BCom or any person who wants to know about the basic journal entries of share, equity shares, preference shares. നമ്മൾ ഇവിടെ ഷെയർ എന്ന് മാത്രമേ പറയുകയുള്ളൂ, but it could mean even equity shares or preference shares. പക്ഷേ majority കാണാൻ പോകുന്നത് equity share related ആയിട്ടുള്ള questions ആയിരിക്കും in your syllabus or in your particular exams. Yeah? We will not be discussing any problems. Maybe ഈ journal entries discuss ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചെറിയ examples നമ്മൾ ചിലപ്പോൾ പറഞ്ഞിരിക്കും, but otherwise we are not going to do any full-fledged problems. We are only going to discuss what are the journal entries and when a situation comes, എങ്ങനെയാണ് ഈ ഓരോ സ്റ്റേജിലും journal entry record ചെയ്യേണ്ടതെന്ന് മാത്രമുള്ള ഒരു detailed discussion ആണ്. With that, I believe it will be clear to all of you, and when you get a question in that particular area, you will be easily cracking it. Yeah? So let's get started. അപ്പോൾ ഏറ്റവും ആദ്യത്തെ journal entry വരുന്നത് when application money company receive ചെയ്യുമ്പോൾ. Now company if they want to raise money from public, അവർ generally issue ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സിൽ ഒന്നാണ് ഇക്വിറ്റി ഷെയർസ്, അല്ലെങ്കിൽ ഷെയർ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതൊക്കെ പത്രത്തിലൊരു നോട്ടീസ് വരികയോ അല്ലെങ്കിൽ അവരൊരു അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുത്ത് ഒരു നോട്ട് വരുന്നുള്ളൂ. പക്ഷെ അതിൻ്റെ ബേസിൽ ഒരു ഫൈനാൻഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത് എപ്പോഴാണ്? അവരൊരു ഡ്യൂ ഡേറ്റ് പറയും, ഞങ്ങൾ ഇന്ന് തൊട്ട് ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്, 10 ദിവസം സമയമുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു കാലാവധി പറയും. അതിനുള്ളിൽ ഇത് താല്പര്യമുള്ള ഈ ഷെയർ വാങ്ങിക്കാൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് പൈസ തരാമെന്ന് പറയും അല്ലേ. അപ്പോൾ ആ ലാസ്റ്റ് ഡേറ്റിനുള്ളിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഹു ഫോളോസ് ഓൾ ദി ഷെയർ മാർക്കറ്റ്സ് അല്ലെങ്കിൽ ഈ ഇന്ന കമ്പനിയുടെ ഷെയർ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരൊക്കെ പോയി പൈസ അടച്ച് അവരുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് കമ്പനീനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലേക്ക് ഒരു ഫൈനാൻഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നത് in terms of this issue of shares that they have taken up. അപ്പോൾ ഏറ്റവും ആദ്യത്തെ എൻട്രി എപ്പോഴും ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്നതായിരിക്കും. Now this is the difference between application stage and allotment or call stage later on. കാരണം ആപ്ലിക്കേഷൻ സ്റ്റേജിൽ ഏറ്റവും ആദ്യം എത്ര രൂപയാണ് ബാങ്കിലേക്ക്, കമ്പനിയുടെ ബാങ്കിലേക്ക് വന്നിരിക്കുന്നു എന്നതിനെ ബേസ് ചെയ്തായിരിക്കും ഫസ്റ്റ് എൻട്രി വരുന്നത്. ബിക്കോസ് വി നെവർ നോ ഹൗ മെനി പീപ്പിൾ ആർ ഗോയിങ് ടു അപ്ലൈ ഫോർ അ ഷെയർസ്. ഇപ്പോൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്, അവർ ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പേര് ചിലപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അതിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ. അപ്പോൾ 100 ഷെയർ ഇവർ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിലും ആയിരക്കണക്കിന് ആൾക്കാർ വാങ്ങിക്കാൻ റെഡി ഉണ്ടായിരിക്കും. അപ്പോൾ ഒരുപാട് പേര് വാങ്ങിക്കാൻ കാണും. അപ്പോൾ ആപ്ലിക്കേഷൻ മണി ഇവർ ആവശ്യപ്പെട്ടതിലും കൂടുതൽ വരും. ഇനി മറ്റൊരു കേസ് എടുക്കാം. ദ കമ്പനി മൈറ്റ് നോട്ട് ബി വെരി ഫേമസ് ഓർ പോപ്പുലർ, അത്രയൊന്നും ആവുന്നില്ല, ഒരു മിഡ് സൈസ് അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്, ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ. അവരൊരു 100 ഷെയർ ഇഷ്യൂ ചെയ്തു, പബ്ലിക്കിലേക്ക് അനൗൺസ്മെന്റ് കൊടുത്ത് എത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം. പക്ഷെ 100 ഷെയർ ഉണ്ടെങ്കിലും അതിൽ ചിലപ്പോൾ താല്പര്യമുള്ള 1-2 പേരോ അല്ലെങ്കിൽ ആ കമ്പനീനെ ഫോളോ ചെയ്യുന്ന കുറച്ച് പേരെ കാണുകയുള്ളൂ. അവർ ആ 100 ഷെയറും വാങ്ങിക്കണമെന്നില്ല, അവർ ചിലപ്പോൾ 20 ഷെയർ എല്ലാവരും കൂടെ വാങ്ങിക്കുന്നുള്ളായിരിക്കും അല്ലേ. ചില കേസിൽ കമ്പനി നോട്ട് എക്സ്ട്രീംലി പോപ്പുലർ ഓർ വളരെ പോപ്പുലർ അല്ലാത്ത, തീരെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലുള്ള കമ്പനിയല്ല, മിഡ് ലെവലിലാണ്, 100 ഷെയർസ് ഇഷ്യൂ ചെയ്തു, 100 ഷെയർസ് തന്നെ ആൾക്കാർ അക്സെപ്റ്റും ചെയ്തു. അങ്ങനെ ഏത് സിറ്റുവേഷൻ വേണമെങ്കിലും ആകാം. പക്ഷേ വി ക്യാൻ നെവർ ജഡ്ജ് വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ അല്ലേ. ഇപ്പോൾ ആപ്ലിക്കേഷൻസ് തരാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും, പക്ഷെ ചിലപ്പോൾ ടെക്നിക്കൽ ഗ്ലിച്ച് കാരണം അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെന്ന് വരാം. അപ്പോൾ കമ്പനിക്ക് അറിയാം 1000 ഷെയർ ഇഷ്യൂ ചെയ്താലും 2000 ഷെയർ ആൾക്കാരെങ്കിലും ഇത് വാങ്ങിക്കുമെങ്കിലും ടെക്നിക്കൽ ഗ്ലിച്ച് കൊണ്ട് ചിലപ്പോൾ അങ്ങനെ അവരുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാതിരുന്നതായിരിക്കും. അപ്പോൾ വി നെവർ നോ ഹൗ മച്ച് വിൽ ആക്ച്വലി ബി ഡെപ്പോസിറ്റഡ് ഇൻ ടു ദ കമ്പനീസ് ബാങ്ക് അക്കൗണ്ട് towards this application money of shares issue. അപ്പോൾ അത് സംഭവിച്ചു കഴിയുമ്പോൾ മാത്രമാണ് കമ്പനിക്ക് ഉറപ്പാകുന്നത്, നോക്കി ഇത്ര പൈസ കിട്ടി. അതുകൊണ്ടാണ് ആപ്ലിക്കേഷൻ സ്റ്റേജിലെ മാത്രം റെസിപ്റ്റ് എൻട്രി ആദ്യം വരുന്നത്. And the entry will be bank account debit to share application. അതായത് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്ര പൈസ വന്നു, and that never depends upon the issued shares by the company.
ഇപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്തത് കമ്പനി 1000 ആണെങ്കിലും ആൻഡ് ആപ്ലിക്കേഷൻ സ്റ്റേജിൽ 2 രൂപയാണ് വാങ്ങിക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ 1000 ഷെയർ ഇൻറ്റു 2 കിട്ടേണ്ടത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി 500 ഷെയർസിനെ ആവശ്യക്കാരുണ്ടായിരുന്നെങ്കിൽ ഈ 500 ഷെയറിന് 2 രൂപയല്ലേ കിട്ടുകയുള്ളൂ. So the first entry will always depend on how many shares were requested by the investors. ആപ്ലിക്കേഷൻ താല്പര്യപ്പെട്ട് വന്നവർ എത്ര രൂപ കൊണ്ട് തന്നിട്ടുണ്ട് ആ ഷെയറിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ആദ്യത്തെ എൻട്രി വരുന്നത്. It need not be always equal to the number of shares issued by the company. It can be equal to 1000, it can be below 1000, it can be above 1000. Yeah. So 1000 shares issue ചെയ്യുന്നു, 1000 തന്നെ വാങ്ങി ആൾക്കാർ ആവശ്യപ്പെട്ട് വരികയാണെങ്കിൽ we can say it is fully subscribed. Now 1000 shares നമ്മൾ കമ്പനി ഇഷ്യൂ ചെയ്തു, പക്ഷെ ആവശ്യക്കാർ 500 ഷെയർസേ വാങ്ങിച്ചുള്ളൂ. We will say it is under subscribed. അതായത് നമ്മുടെ എക്സ്പെക്ടേഷനും താഴെയാണ്. 1000 ഷെയർ ഇഷ്യൂ ചെയ്തു, 1500 ഷെയർ ആവശ്യക്കാരുണ്ടായിരുന്നു. അതായത് 2 രൂപ വീതം നമ്മൾക്കറിയില്ല എപ്പോഴാണ് നമുക്ക് ഈ ഷെയർ നമ്മൾക്ക് കിട്ടിയിട്ടില്ല. നമ്മളെന്ന് വെച്ചാൽ ഇൻവെസ്റ്റേഴ്സ് നമ്മൾ താല്പര്യം പ്രകടിപ്പിക്കുകയാണ് that we are interested in investing in your company. സോ അങ്ങനെ ഇപ്പോൾ എനിക്ക് ഈ കമ്പനിയുടെ മുഴുവൻ ഷെയറും വേണം, അല്ലെങ്കിൽ ഒരു ലിമിറ്റ് കാണും ഇൻ ആക്ച്വൽ വേൾഡ് എത്ര ഷെയർസ് എത്ര ടൈംസ് നമ്മൾക്ക് വാങ്ങിക്കാമെന്നുള്ളത് ഒരു മാക്സിമം ലിമിറ്റ്. അതായത് എല്ലാവർക്കും പബ്ലിക്കിൽ പലർക്കും ആ ഒരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി ഒരു ലിമിറ്റ് വെക്കും. അപ്പോൾ 1500 ഷെയർ വാങ്ങിച്ചു, ചിലപ്പോൾ 1000 ഷെയറും ഞാനാണ് വാങ്ങിച്ചതെന്ന് വെക്കാം, സീന എന്ന് പറയുന്ന വ്യക്തി, ബിക്കോസ് ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് കമ്പനി. ബാക്കി 500 ഷെയർസ് വേറെ ആരും താല്പര്യമില്ല എന്ന് പറയാൻ പറ്റില്ല, താല്പര്യമുള്ളവർ കാണും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് വന്ന് 2 രൂപ വീതം 2 രൂപ വീതം തന്നപ്പോൾ 1500 ഷെയറിനോളമുള്ള പൈസയാണ് ഇടുന്നത്, 3000 rupees. Now this is the situation of over subscription when it has gone beyond the expectation of company. ഇതാണ് 3 stages. First of all, understand that. And then another thing that I know it is already known to you, അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞത്, പക്ഷേ we will just briefly touch upon one point that shares are generally issued at ഫേസ് വാല്യൂ. ഷെയർസിനെല്ലാം ഒരു ഫേസ് വാല്യൂ കാണും അല്ലേ. ഇത്ര രൂപയുടെ ഷെയർ ആണ്, ഇൻസ്ട്രുമെന്റ് ആണ് ഞാൻ ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്, അതിനെയാണ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. ആൻഡ് ഇക്വിറ്റി ഷെയർസ് മജോറിറ്റി ഓഫ് ദ ടൈം ഫേസ് വാല്യൂ വിൽ ബി 10 rupees. ഇതാണ് ഫേസ് വാല്യൂ. ഇനി എപ്പോഴും 10 രൂപയുടേതായിട്ട് തന്നെ ആയിരിക്കും ഷെയർ വിൽക്കാൻ പോകുന്നത്. ഷെയർ ക്യാൻ ബി ഇഷ്യൂഡ് ഈവൻ അറ്റ് പ്രീമിയം. പ്രീമിയത്തിൽ ഷെയർസ് ഇഷ്യൂ ചെയ്യാം. എന്താണ് പ്രീമിയം? നമ്മൾ പറഞ്ഞതുപോലെ കമ്പനീസ് ഒരുപാട് നമ്മുടെ ചുറ്റുമുണ്ട് അല്ലേ. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പോകുന്നതെങ്കിൽ ഫേസ് വാല്യൂ 10 ആണെങ്കിലും അവർ വളരെ ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു കമ്പനി ആയതുകൊണ്ട് ഒരുപാട് പേര് അവരുടെ ഷെയർസിൽ ഇൻട്രസ്റ്റഡ് കാണും. അപ്പോൾ അങ്ങനെയുള്ള പല അനാലിറ്റിക്സ് കാരണം അവർ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്. 10 രൂപയുടെ കൂടെ ഒരു 5 രൂപയും കൂടെ എക്സ്ട്രാ, because that company is that much wanted by public. അത്രയും ഇഷ്ടമുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്. അപ്പോൾ എക്സ്ട്രാ രൂപ ഇട്ടാലും അത് വാങ്ങിക്കാൻ ആൾക്കാരുണ്ട്. അപ്പോൾ ഫേസ് വാല്യൂവിന് മേലെ ആ പൈസ ഇട്ട് കൊടുക്കുന്നതിനാണ് പ്രീമിയം എന്ന് പറയുന്നത് അല്ലേ. സോ ദിസ് ഫേസ് വാല്യൂ പ്ലസ് പ്രീമിയത്തിന് വേണമെങ്കിൽ ഇഷ്യൂ ചെയ്യാം. നൗ ഫേസ് വാല്യൂ 10 രൂപയാണെങ്കിൽ അതിൽ കുറവിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റുമോ? ദാറ്റ് മീൻസ് അറ്റ് എ ഡിസ്കൗണ്ട്. അതായത് 10 രൂപയുടെ സാധനം 9 രൂപയ്ക്ക് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുമോ ടു പബ്ലിക്? വി ക്യാൻ നോട്ട് ഡു ഇറ്റ്. ദാറ്റ് ഇസ് നോട്ട് permissible. So either in face value or face value plus premium. Now this face value അല്ലെങ്കിൽ face value plus premiumത്തിൽ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് കളക്ട് ചെയ്യുന്നത് പലപ്പോഴും പല സ്റ്റേജസിലായിട്ടാണ്. ഒന്ന് ആപ്ലിക്കേഷൻ സ്റ്റേജ്, 2 അലോട്ട്മെന്റ് സ്റ്റേജ്, ആൻഡ് ദെൻ തേർഡ് ആൻഡ് ഫോർത്ത്. ചിലപ്പോൾ തേർഡ് വരെ കാണുകയുള്ളൂ, ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എന്ന് പറയും. അലോട്ട്മെന്റിന്റെ സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ളതെല്ലാം കോൾ മണി എന്നാണ് പറയുന്നത്. സോ ഒന്നിൽ കൂടുതൽ കോളുകൾ ഉണ്ടെങ്കിൽ ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ അല്ലെ ഫൈനൽ കോൾ എന്നെല്ലാം നമ്മൾ വിളിക്കും അല്ലെ. അപ്പോൾ പൊതുവെ ഒരു 3 സ്റ്റേജസ് എങ്കിലും കാണും. ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ജേർണൽ എൻട്രീസ് പഠിക്കാൻ പോകുന്നത്. But later on when you go to inter level or final level, sometimes you will come across situations wherein അവർ ഇഷ്യൂ ചെയ്തെന്ന് മാത്രമേ പറയുള്ളൂ. ആപ്ലിക്കേഷൻ, അലോട്ട്മെന്റ്, ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ എന്നൊന്നും ബൈഫിക്കേഷൻ തരികയില്ല.
അപ്പം നമ്മൾ എന്ത് അസ്യൂം ചെയ്യും? എല്ലാം കൂടെ ഒറ്റ തവണയാണ് കളക്ട് ചെയ്തത്. പക്ഷെ ഫൗണ്ടേഷൻ ലെവലിൽ ബേസിക്സ് പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഈ ഒരു authentic style application, allotment, call money stages ആയിട്ടായിരിക്കും journal entries പഠിക്കുന്നത്. But later on, once you become proficient in this topic and later on inter level or final level എത്തുമ്പോൾ, as I said, you might not be given the breakup. ആപ്ലിക്കേഷനിൽ എത്ര അലോട്ട്മെന്റ് എത്ര, കാരണം ജേർണൽ എൻട്രീസ് അപ്പോൾ ഒരുപാടാകും. അപ്പോൾ ഇന്റർലെ ഫൈനൽ ലെവൽ അല്ലെങ്കിൽ അതിനുശേഷം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും ഈ ഒരു ബ്രേക്കപ്പിൽ നമുക്ക് ജേർണൽ എൻട്രി എഴുതാമോ എന്ന് അറിയാനായിരിക്കില്ല. അതെല്ലാം ഫൗണ്ടേഷനിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. അപ്പോൾ അതിനുശേഷമുള്ള ലെവൽസിലൊന്നും ഈ ബ്രേക്കപ്പ് തരാത്തത് കൊണ്ട് ഒറ്റ ഒരു ജേർണൽ എൻട്രിയിൽ എല്ലാ ആൻസറും കംപ്ലീറ്റ് ചെയ്തതായിരിക്കും. ബട്ട് ദാറ്റ് വിൽ ഹാപ്പൻ ഓൺലി ഇൻ ഇന്റർ ഫൈനൽ ലെവൽസ്. ഡു നോട്ട് വറി about it in foundation level. Foundation level നിങ്ങൾക്ക് ഈ ഒരു 4 സ്റ്റേജസിന്റെ ജേർണൽ എൻട്രീസ് പ്രോപ്പർലി റെക്കോർഡ് ചെയ്യാൻ അറിയാവുന്നതൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നതാണ് ബേസിക്സ്. So now that we have understood, let's come back to our journal entry. So first entry will always be when application money is received by the company in its bank account, and that, as we have already said, എത്ര ഷെയർസിനാണ് ആൾക്കാർ ആവശ്യപ്പെട്ട് വരുന്നത് നമ്മൾക്ക് അറിയില്ല. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ജേർണൽ എൻട്രി എഴുതാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ആപ്ലിക്കേഷൻ സ്റ്റേജിന്റെ എൻട്രി മാത്രം നമ്മൾ റിസീപ്റ്റ് എൻട്രി ആദ്യവും ഡ്യൂ എൻട്രി രണ്ടാമതും എഴുതുന്നത്. സോ റിസീപ്റ്റ് എൻട്രി എഴുതുകയാണ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ. കാരണം ബാങ്ക് അക്കൗണ്ടിന്റെ ബാലൻസ് കൂടി കമ്പനിയുടെ. സോ ഡെബിറ്റ് അസറ്റ് ആയതുകൊണ്ട് ഇൻക്രീസ് ഇൻ അസറ്റ് ഷുഡ് ബി ഡെബിറ്റഡ്. ആൻഡ് ഷെയർ ആപ്ലിക്കേഷൻ ഇറ്റ്സ് ആക്ച്വലി എ കൺട്രോൾ അക്കൗണ്ട് ആണ്. അതായത് it is not a ledger that is going to have an impact or a presence in either trial balance or balance sheet. പക്ഷെ ഒരു കൺട്രോൾ ഏത് വഴിയാണ് ഈ പൈസയൊക്കെ വന്നു എന്ന് അറിയിക്കാൻ വേണ്ടി ഒരു മീഡിയേറ്റർ ആയിട്ട് നമ്മൾ വെച്ചേക്കുന്ന ഒരു ലെഡ്ജർ മാത്രമാണ്. സോ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ടിലേക്ക് നമ്മൾ ക്രെഡിറ്റ് ചെയ്യാം. ആൻഡ് റിമാർക്സിനകത്ത് എഴുതിയിരിക്കുന്നത് പോലെ കമ്പ്യൂട്ടേഷൻ ഓൺ ആക്ച്വൽ ഷെയർസ് സബ്സ്ക്രൈബ് ബൈ ആപ്ലിക്കൻസ്. ഇറ്റ് ക്യാൻ ബി ഫുള്ളി സബ്സ്ക്രൈബ്, അണ്ടർ സബ്സ്ക്രൈബ് or even over subscribed. And with what you should multiply depends on each question. ഞാൻ പറഞ്ഞതുപോലെ എല്ലാം കൂടെ ഒറ്റ ഒരു സ്റ്റേജിൽ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ that will not generally come in foundation level, but if at all it comes 10 രൂപയെ നമ്മൾ ഈ ഒരൊറ്റ എൻട്രിയിൽ കാണിക്കും. പക്ഷെ ഫൗണ്ടേഷനിൽ പൊതുവെ സ്പ്ലിറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് ആപ്ലിക്കേഷൻ സ്റ്റേജിൽ ഇത്ര, അലോട്ട്മെന്റ് സ്റ്റേജിൽ ഇത്ര, കോൾ സ്റ്റേജസിൽ ഇത്ര എന്നുള്ളൊരു ബൈഫിക്കേഷൻ ക്വസ്റ്റ്യനിൽ തന്നെ വരും. അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റേജിൽ കിട്ടേണ്ട പൈസ എത്രയാണോ അതിനെ actual share subscribed by applicants and to multiply that, you will get the amount for this journal entry. That is the first and foremost entry. Next entry will be due entry for this application money. അതായത് ഇപ്പൊ നമ്മൾ ഷെയർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന കൺട്രോൾ അക്കൗണ്ടിലേക്ക് നമ്മൾ ഇട്ടിട്ടുള്ളൂ അല്ലേ. വി ഹാവ് നോട്ട് ട്രാൻസ്ഫേർഡ് ഇറ്റ് ടു ദ റിയൽ റീസൺ why our bank account has increased, അല്ലെങ്കിൽ real reason why this shares were issued. ആ ഒരു മെയിൻ ledger creation ഇതുവരെ നടന്നിട്ടില്ല. എന്താണ് ledger creation? When your bank balance increase because of shares subscribed by applicants, it also leads to an increase in your capital. അല്ലേ, കമ്പനീസ് ഒക്കെ ക്യാപിറ്റൽ ആണ് ഈ ഇക്വിറ്റി ഇഷ്യൂ ചെയ്ത് അല്ലെങ്കിൽ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ് ഇഷ്യൂ ചെയ്ത് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് പൈസ റേസ് ചെയ്യുമ്പോൾ റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പ്രൊപ്രൈറ്ററിന്റെ കേസിൽ പറഞ്ഞു, പ്രൊപ്രൈറ്റർഷിപ്പ് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിലൊക്കെ ആ ഓരോ പാർട്ട്നേഴ്സ് അല്ലെ ആ പ്രൊപ്രൈറ്റർ പൈസ കൊണ്ടുവരും അല്ലെ. അയാൾ കൊണ്ടുവരുന്ന ആ പൈസേനെ നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയും. ക്യാപിറ്റൽ അക്കൗണ്ട് ലയബിലിറ്റി ആൻഡ് ഇക്വിറ്റി സൈഡിലും കാണിക്കും, ബാങ്ക് അക്കൗണ്ടോ ക്യാഷ് അക്കൗണ്ടോ അസറ്റ് സൈഡിലും കാണിക്കും. കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻവെസ്റ്റേഴ്സ് ആണ് ഇവരുടെ ഓണേഴ്സ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പൈസയാണ് നമ്മൾ ക്യാപിറ്റൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് അവരുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ആപ്ലിക്കേഷൻ വഴിയാണ് ആ ക്യാപിറ്റലിലേക്ക് കുറച്ച് പൈസ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഡയറക്റ്റ് ക്യാപിറ്റലിലേക്ക് കാണിക്കാതെ ആപ്ലിക്കേഷൻ വഴി വന്നു എന്ന് അറിയിക്കാനും നമ്മൾ ഷെയർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു മീഡിയേറ്റർ ആയിട്ടുള്ള ഒരു ലെഡ്ജർ യൂസ് ചെയ്യുന്നു. ആൻഡ് അനദർ റീസൺ ഇസ് ഡേറ്റ്സ് എല്ലാം ഒരേ ഡേറ്റിലല്ല ഫോളോ ചെയ്യാൻ പോകുന്നത്. ആപ്ലിക്കേഷൻ കിട്ടുന്നത് ഒരു ദിവസമായിരിക്കും, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ മണി എല്ലാം കൂടെ കമ്പനിയുടെ കയ്യിലേക്ക് വരേണ്ട ഒരു അവസാന ദിവസം കാണും. ഇനിയിപ്പോൾ ഒരുപാട് ഷെയർസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും കമ്പനിക്ക് അന്ന് തന്നെ ഇരുന്ന് ആർക്കൊക്കെ ഷെയർ കൊടുക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റില്ല. അപ്പൊ അവർക്ക് ഒരു 5, 10 അല്ലെങ്കിൽ 15 ദിവസം വേണ്ടി വരും ആർക്കൊക്കെ ഷെയർ കൊടുക്കണം, ഇന്ന ആൾക്കാരെ ഷെയർ ഹോൾഡേഴ്സ് ആക്കണം എന്ന് തീരുമാനിക്കാൻ ഒരു സമയം വേണം അല്ലെ. അപ്പോൾ
ബാങ്കിലേക്ക് പൈസ വരുന്നതും ഷെയർ ക്യാപിറ്റലായി മാറാൻ പോകുന്നതും ഒരേ ദിവസമാകണമെന്നില്ല, പല ദിവസങ്ങളിലായിട്ടായിരിക്കും. അതുകൊണ്ടാണ് ഷെയർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു മീഡിയേറ്റർ അക്കൗണ്ട് നമ്മൾ എടുക്കുന്നത്. ബിക്കോസ് ആപ്ലിക്കേഷൻ സ്റ്റേജിൽ, റെസിപ്റ്റ് സ്റ്റേജിൽ വി ഡു നോട്ട് നോ ഇഫ് ദ എൻറ്റയർ തിങ് ഈസ് ഗോയിങ് ടു ബിക്കം മൈ ഷെയർ ക്യാപിറ്റൽ when there is over subscription. Under subscription or fully subscription ആണ് നമ്മൾക്ക് പറയാം ഇതെല്ലാം ഷെയർ ക്യാപിറ്റൽ തന്നെ ആകാൻ പോകുന്നതാണ്. പക്ഷെ 1500 ഷെയർ കിട്ടുന്ന എക്സാമ്പിളിൽ 1000 ഷെയർ ഇഷ്യൂ ചെയ്തതിൽ 1500 ഷെയർസിന് ആവശ്യക്കാരുണ്ടെങ്കിൽ അവിടെ എല്ലാവർക്കും നമ്മൾ ചിലപ്പോൾ ഷെയർ ഒന്നും കൊടുക്കാൻ പോകുന്നില്ല അല്ലേ. അപ്പൊ അതുകൊണ്ട് ഷെയർ ക്യാപിറ്റലിലേക്ക് നമ്മൾ മാറ്റാൻ പോകുന്നത് only when the company has made its analysis, made its decision and finalized on who should get how many shares എന്ന് പറയുന്ന ഫൈനൽ അലോട്ട്മെന്റ് കിട്ടി കഴിയുമ്പോൾ മാത്രമാണ് ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മൾക്ക് ക്യാപിറ്റലിലേക്ക് മാറ്റാൻ പറ്റുകയുള്ളൂ. സോ ദാറ്റ് ബിക്കംസ് ദ സെക്കൻഡ് എൻട്രി വിച്ച് ഇസ് ഡ്യൂ എൻട്രി. ഇവിടെ ഹെഡിങ് ഓൺ അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് എന്ന് പറയുന്നേ ഉള്ളൂ. ഇറ്റ്സ് നത്തിങ് ബട്ട് ഡ്യൂ എൻട്രി ഓഫ് ആപ്ലിക്കേഷൻ സ്റ്റേജ്. സോ അതിന്റെ ബേസിക് ആയിട്ടുള്ള എൻട്രി ഇവിടെ ഞാൻ പല ജേർണൽ എൻട്രീസും കോമ്പൗണ്ട് ജേർണൽ എൻട്രീസ് ആണ് തന്നിരിക്കുന്നത്. ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിനാരിയോയിൽ വരുന്ന ജേർണൽ എൻട്രി ആണ് തന്നിരിക്കുന്നത്. എപ്പോഴും അങ്ങനെ നിങ്ങൾക്ക് ഫേസ് ചെയ്യണമെന്നില്ല. യു വിൽ ഹാവ് സിംപ്ലർ വേരിയേഷൻസ്. അപ്പോൾ അതെല്ലാം ഡീറ്റെയിലി നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലുണ്ട് ഓരോരോ സ്റ്റേജിലെ. പാറൽ വിറ്റ് കഴിഞ്ഞാൽ, പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഞാൻ കുറച്ചും കൂടി ഈസിന് വേണ്ടി എല്ലാം കൂടെ ക്ലബ് ചെയ്ത് കോമ്പൗണ്ട് എൻട്രീസ് ഡിസ്കസ് എഴുതി എന്നുള്ളതേ ഉള്ളൂ സ്ക്രീനിൽ കാണുന്നത്. ബട്ട് വി വിൽ ഡിസ്കസ് each point. Yeah, do not worry. If you want to check each independent stages, parallel ingane entry, premium ingane entry, please refer the study material also. Now, parallel normal scenario, application money 1000 shares fully subscribe ചെയ്തു അല്ലെങ്കിൽ അണ്ടർ സബ്സ്ക്രിപ്ഷനും ആണ് എന്ന് വിചാരിക്കുക. 500 പേരെ ആവശ്യക്കാരുണ്ടായിരുന്നുള്ളൂ. അതിന്റെ ഡ്യൂ എൻട്രി നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്യും? ആപ്ലിക്കേഷൻ അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിന് ഇനി പ്രസക്തിയില്ല. നൗ വി നോ ദാറ്റ് ഹൗ മെനി ഷെയർ ഹോൾഡേഴ്സ് ആർ ഗോയിങ് ടു ബിക്കം പാർട്ട് ഓഫ് അവർ കമ്പനിയിലെ ഓണേഴ്സ് ആരൊക്കെയാണ് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ. ആ തീരുമാനിച്ച ഡേറ്റിൽ ഇവരെല്ലാം നമ്മൾ ക്യാപിറ്റലിലേക്ക് മാറ്റും. ബിക്കോസ് ദേ ആർ നൗ ദ ഓണേഴ്സ് ഓഫ് ദിസ് കമ്പനി. സോ എൻട്രി വിൽ ബി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. അതിനാണ് റിമാർക്സിലെ കമ്പ്യൂട്ടേഷൻ ഓൺ ഷെയർസ് ഫൈനലി അലോട്ടഡ് ബൈ ദ കമ്പനി. അപ്പോൾ ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റേണ്ടത് ഫൈനലി കമ്പനി എത്ര പേർക്കാണോ അലോട്ട്മെന്റ് കൊടുക്കാൻ തീരുമാനിച്ച് ആ സ്റ്റേജിൽ ക്യാപിറ്റൽ ആവുന്നത് ആ എമൗണ്ട് ആ അക്കൗണ്ട് മാത്രം, അല്ലെങ്കിൽ ആ നമ്പർ ഓഫ് ഷെയർസിന്റെ ബേസിലുള്ള എമൗണ്ട് മാത്രമായിരിക്കണം ഈ ഒരു ലൈനിൽ വരാൻ പാടുള്ളൂ. സോ ദിസ് ഈസ് ദ കേസ് ഓഫ് a normal scenario when it is fully subscribed or under subscribed and all share application മുഴുവൻ allot ചെയ്ത് share capital ലേക്ക് മാറ്റും. Now we come to the second stage. Now you can ignore two securities premium തൽക്കാലം ignore ചെയ്തോളൂ. അത് ഈ full journal ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം. So next is if the shares were oversubscribed. 1000 shares issue ചെയ്തതിൽ 1500ഓളം ഷെയർസ് ആവശ്യപ്പെട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. Now then company goes into something called pro rata allotment because it is a case of oversubscription. Even if the company is famous and ഒത്തിരി പേര് ആവശ്യക്കാർ വന്നു എന്ന് പറഞ്ഞാലും കമ്പനി എത്ര ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യാൻ പ്ലാൻ ചെയ്തത് അത്രയും ഷെയർസ് മാത്രമേ അവർക്ക് ക്യാപിറ്റൽ ആക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിൽ കൂടുതൽ ആവശ്യക്കാർ വന്നാൽ കമ്പനി എന്ത് ചെയ്യും? ഓവർ സബ്സ്ക്രിപ്ഷൻ കേസിനെ പ്രോ റേറ്റ ബേസിൽ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കും. പ്രോ റേറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ഇൻ സിമ്പിൾ ടേംസ് പറയുകയാണെങ്കിൽ 3 ഷെയർ ആവശ്യപ്പെട്ടവന് ചിലപ്പോൾ 1 ഷെയർ ആയിരിക്കും കൊടുക്കുക, ചിലപ്പോൾ 1 ഷെയർ ആവശ്യപ്പെട്ടവന് ഒന്നും കൊടുക്കുന്നില്ല. അതായത് സെലക്ട് ചെയ്ത ആൾക്കാർക്ക് കൊടുക്കുകയാണ്. വി ഡു നോട്ട് ഗിവ് ആവശ്യപ്പെട്ട എല്ലാവർക്കും എല്ലാ ഷെയറും കിട്ടണമെന്നില്ല, ആവശ്യപ്പെട്ട ആൾക്കാർക്ക് ഷെയറേ കിട്ടണമെന്നില്ല. അത് കമ്പനി ഡിസൈഡ് ചെയ്യും. കുറെ ലോട്ടായിട്ട് ചിലപ്പോൾ തിരിച്ചെന്നിരിക്കും. 1500-നെ ചിലപ്പോൾ 3 ലോട്ടാക്കി തിരിച്ചെന്നിരിക്കും. 500 ഷെയർസ് 500 ഷെയർസ് 500 ഷെയർസ് ചിലപ്പോൾ പല ദിവസങ്ങളിലായിട്ട് കളക്ട് അങ്ങനെ എന്തെങ്കിലും ആയിട്ട് അത് എക്സാമ്പിളിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും എങ്ങനെയാണ് അവർ ചെയ്യുന്നതെന്ന്. അതിൽ ചിലപ്പോൾ പറയുന്നുണ്ടായിരിക്കും ഒരു 500 ഷെയർസിന് എത്ര 500 ഷെയർസും
തന്നെ അലോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സോ 500 ഷെയർസ് അലോട്ട് ചെയ്ത് ക്യാപിറ്റൽ ആക്കാൻ തീരുമാനിച്ചു. അപ്പൊ 1000-ൽ ഓൾറെഡി ഫസ്റ്റ് 500 കിട്ടി, ഇനിയും 500 ഉള്ളൂ അല്ലെ. ആ 500-ൽ പറയുകയാണ് രണ്ടാമത്തെ 500 ബോക്സിലുള്ളവർക്ക് 2 ഷെയർ ആവശ്യപ്പെട്ടവന് 1 ഷെയർ എന്നുള്ള പ്രപ്പോർഷനിൽ ഷെയർ ഇഷ്യൂ ചെയ്യും. അപ്പൊ 500 ഷെയർ ആവശ്യപ്പെട്ടവന് 250 ഷെയർ കിട്ടും അല്ലെ, ഫ്രം സെക്കൻഡ് കാറ്റഗറി. ആൻഡ് തേർഡ് കാറ്റഗറി അഗൈൻ 2 ഷെയർസ് ആവശ്യപ്പെട്ടവന് 1 ഷെയർ കൊടുക്കാം. ഇപ്പൊ ഞാൻ കുറച്ച് പറഞ്ഞ എക്സാമ്പിൾ കുറച്ച് വേഗമാണ്, കുറച്ച് ലെറ്റ്സ് സീ that discussion. 1500, okay, 1300 and 200. Yeah, let's see in this ഈ ഒരു മാനറിൽ നമ്മൾക്ക് പ്രോ റേറ്റ ബേസിസിൽ അലോക്കേഷൻ എങ്ങനെയാണ്. 1500 ഷെയർസ് ആവശ്യക്കാരുണ്ടായിരുന്നു. അതിൽ കമ്പനി തീരുമാനിക്കുകയാണ് 1000 ഷെയർസിന്റെ ഒരു ലോട്ട് എടുത്തിട്ട് അവർ പറയുകയാണ് ഇതിലുള്ള എല്ലാവർക്കും 700 ഷെയർ ഇഷ്യൂ ചെയ്യും. ഇപ്പോൾ ഒറ്റ ഒരാളാണെന്ന് വെച്ചേക്കാം, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് 1000 ഷെയർ ഒരാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അയാൾക്ക് 700 കൊടുക്കാം. അപ്പോൾ അയാൾ തന്ന 300 ഷെയർസിന്റെ അയാളുടെ പൈസ റീഫണ്ട് ചെയ്തു. ഇനി അപ്പം 1000 ഷെയർസ് ടോട്ടൽ കമ്പനി ഇഷ്യൂ ചെയ്തതിൽ 700 ഷെയർ ഹോൾഡേഴ്സിനെ കിട്ടി, അല്ലെ 700 ഷെയർസിന്റെ ഓണറിനെ കിട്ടി. ഇനി എത്ര ഷെയറും കൂടെ ഓണറിനെ തപ്പാനുണ്ട് നമുക്ക്? 300 ഷെയർസും കൂടെ അല്ലെ. പക്ഷെ ഇനിയും എത്ര ഷെയർസിന്റെ പൈസ കിട്ടിയിട്ടുണ്ട്? 500 ഷെയർസിന്. ഇതിന് കമ്പനിക്ക് ചിലപ്പോൾ ഒരു തീരുമാനം എടുക്കാം. അഗൈൻ 300 ഷെയർസ്, 3 ഷെയർ ആവശ്യപ്പെട്ട ആൾക്ക് 1 ഷെയർ വീതം, 3 ഷെയർ ആവശ്യപ്പെട്ട ഒരാൾക്ക് 1 ഷെയർ വീതം കൊടുത്തോളുക. സോ 300 ഷെയർസ് ആവശ്യപ്പെട്ട ആ ബോക്സിൽ മാക്സിമം എത്ര ഷെയറേ കൊടുക്കാൻ പറ്റുകയുള്ളൂ? 300 into 1/3, 100 shares. Yeah? So what will happen to the remaining 200 shares? അവർ പറയുകയാണ് ബാക്കി 200 ഷെയർസിന്റെ പൈസ, ഇവർ 300 ഷെയറിനാണ് പൈസ തന്നത്, പക്ഷെ നമ്മൾ അവരെ എത്ര ഷെയർസിന്റെ ഓണർ ആക്കുന്നുള്ളൂ? 100 ഷെയറിന്റെ. അപ്പോൾ അവർ 200 ഷെയറിന് തന്ന പൈസ നമ്മൾ എന്ത് ചെയ്യും? That the company is saying that transfer or adjust it against allotment and call monies. അപ്പോൾ അയാൾ ഇനി ആപ്ലിക്കേഷൻ മാത്രം തന്നാൽ മതിയോ? അലോട്ട്മെന്റും കോൾ മണി ഒക്കെ തരണം അല്ലേ. അപ്പോൾ ആ സ്റ്റേജസിലേക്ക് ഇയാൾ തന്ന എക്സസ് പൈസ അഡ്ജസ്റ്റ് ചെയ്തോളുക. അപ്പോൾ ആ ഒരു ടൈമിൽ അലോട്ട്മെന്റിന്റെയും കോൾ മണിയുടെയും ടൈമിൽ ഇയാളുടെ കയ്യിൽ നമുക്ക് പൈസ വാങ്ങിക്കാൻ പറ്റില്ല, ടു ദ എക്സ്റ്റെന്റ് ഓഫ് ദിസ് എക്സസ് മണി ദാറ്റ് ഹി ഹാസ് ഓൾറെഡി ഗിവൺ അറ്റ് ആപ്ലിക്കേഷൻ സ്റ്റേജ്. ഓക്കെ, 700 ഷെയർസ് ഫസ്റ്റ് ലോട്ടിലുള്ളവർക്ക് കൊടുത്തു, രണ്ടാമത്തെ ലോട്ടിലുള്ളവർക്ക് 100 ഷെയർസും കൊടുത്തു അല്ലെ. അപ്പൊ എത്രയായി ടോട്ടൽ? 800. ബാക്കി എത്രയുണ്ട്? 1000-ൽ ഇനി 200 ഷെയർസ് ഉള്ളു. അവസാനത്തെ 200 ലോട്ടിന് കമ്പനി പറയുകയാണ് ഫുൾ 200 ഷെയർസ് ആവശ്യപ്പെട്ടവർക്ക് 200 അലോട്ട് ചെയ്ത് കൊടുത്തേക്കാൻ. അപ്പോൾ ഇപ്പൊ അതിൽ ഒരു ഷെയർ ഹോൾഡർ ഞാനായിരുന്നെങ്കിൽ ഞാൻ എത്ര ആവശ്യപ്പെട്ടോ അത് മുഴുവൻ എനിക്ക് കിട്ടുന്നുണ്ട്. ആദ്യത്തെ കേസിലോ ഞാൻ എത്ര ആവശ്യപ്പെട്ടോ അതിന്റെ കുറച്ച് പോർഷനെ എനിക്ക് കിട്ടുന്നുള്ളൂ, ബാക്കി ഞാൻ തന്ന എക്സസ് പൈസ അവർ മുഴുവൻ എനിക്ക് തിരിച്ചു തരികയാണ്, റീഫണ്ട് ആക്കി തരികയാണ്. രണ്ടാമത്തെ കേസിലോ ഞാൻ എത്ര ആവശ്യപ്പെട്ടോ അതിന്റെ ഒരു പോർഷൻ മാത്രമേ എനിക്ക് ഷെയർ അലോട്ട് ചെയ്ത് തരുന്നുള്ളൂ, പക്ഷെ ഞാൻ കൊടുത്ത ആ എക്സ്ട്രാ പൈസ അവർ റീഫണ്ട് ചെയ്ത് തരാതെ എൻ്റെ ഭാവി ഡ്യൂ ആയിട്ടുള്ള എമൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും എന്തെങ്കിലും ബാലൻസ് ഈ ഒരു സ്റ്റേജിൽ ഉണ്ടായിരുന്നെങ്കിൽ that will be refunded back to the shareholder or investor. അത് ജനറലി വരാറില്ല. വന്നാൽ ആലോചിക്കുക, അലോട്ട്മെന്റ് സ്റ്റേജിന്റെ ഡ്യൂ എമൗണ്ട് കവർ ആവണം, കോൾ മണി കവർ ആകണം, എന്നിട്ടും ബാലൻസ് ഉണ്ടെങ്കിൽ they can pay us. ഏതിലാണ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്? അയാൾക്ക് കിട്ടിയിരിക്കുന്ന 100 ഷെയർ ആണ് അല്ലെ. അപ്പോൾ അലോട്ട്മെന്റ് സ്റ്റേജിൽ ഈ സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്ന ആൾ തരേണ്ടത് 5 രൂപയാണെന്ന് വെക്കുക. സോ അലോട്ട്മെന്റ് സ്റ്റേജിൽ അയാളുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ടത് 100 ഷെയറിന്റെ 5 രൂപ വീതം, 500 രൂപ. ആൻഡ് കോൾ മണി സ്റ്റേജിൽ ഇമാജിൻ ഹി ഹാസ് ടു ഗെറ്റ് 3 rupees. സോ അങ്ങനെയാണ് 300 rupees ആണ് തരേണ്ടത് അല്ലേ. അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റേജിൽ അയാൾ ചിലപ്പോൾ തന്നിട്ടുണ്ടാവുക 300 into 2 600 ആണ്. ബട്ട് ഹൗ മച്ച് വാസ് ഓൺലി റിക്വയർഡ് ഫോർ ദ ഷെയർസ് ദാറ്റ് ഹി ഗോട്ട് അലോട്ടഡ്? 300.
അപ്പോൾ ബാക്കി 300 എക്സസ് കിടപ്പുണ്ട്. ആ എക്സസ് എങ്ങോട്ടേക്ക് എടുക്കും? ആദ്യത്തെ ഡ്യൂ ആയ അലോട്ട്മെന്റിലേക്ക് എടുക്കും. അലോട്ട്മെന്റിന് ശരിക്കും വേണ്ടിയിരുന്നത് 500 ആണ്. അയാളുടെ എക്സസ് 300 ഉള്ളായിരുന്നു. അപ്പോൾ ബാക്കി 200 അയാൾ ആ സമയത്ത് കൊണ്ടുവരേണ്ടി വരും. Now imagine without all these calculations excess ഉണ്ടായിരുന്നത് 900 ആണെന്ന് അസ്യൂം ചെയ്യുക. കാൽക്കുലേഷൻ ഒന്നും എടുക്കാതെ ഈ ഒരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് വരുന്ന എക്സസ് 900 ആണെന്ന് അസ്യൂം ചെയ്യുക. And assume that allotment സ്റ്റേജിലും കോൾ മണിയിലും ഈ സെക്കൻഡ് ബ്രാക്കറ്റിലുള്ള ആൾ തരേണ്ടത് 500ഉം 300ഉം ആണെന്ന് വെക്കുക. Now 900 അയാൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റേജിൽ നിന്ന് അയാളുടെ കയ്യിൽ കമ്പനിക്ക് കിട്ടി അല്ലേ. 900 ആദ്യത്തെ 500 അലോട്ട്മെന്റിന് സെറ്റിൽ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കും. പിന്നെയും ഒരു 400 രൂപ കിടപ്പുണ്ട്, അത് കോൾ മണി സെറ്റിൽ ചെയ്യാൻ ഉപയോഗിക്കും. എന്നിട്ടും ഒരു 100 രൂപ ബാക്കിയുണ്ട് അല്ലേ. ദാറ്റ് വിൽ ബി റീഫണ്ടഡ്. Yeah, and the third one is 200 shares ആവശ്യപ്പെട്ടു, 200 sharesഉം കൊടുത്തു. This is pro rata allotment. Pro rata basisൽ shares allot ചെയ്യുന്നത്. So ആ ഒരു allotment entry ആണ് ഈ രണ്ടാമത് ഡീറ്റെയിലി കാണിച്ചിരിക്കുന്നത്. That happens when ഓവർ സബ്സ്ക്രിപ്ഷൻ നടന്നിട്ട് പ്രോ റേറ്റ ബേസിൽ നമ്മൾ ഷെയർസ് അലോട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഷെയർ അലോട്ട്മെന്റിലേക്ക് കാണിക്കേണ്ടി വരുന്നത് കാണും. അതേതാണ്? ഈ കാറ്റഗറിയിൽ ബിയിൽ പറഞ്ഞത് 100 into 5 or 100 into 3 whatever be the amount. അത് കഴിഞ്ഞിട്ട് കോളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ 2 ഷെയർ കോൾ കാണിക്കും. ആൻഡ് ഫൈനലി അലോട്ട് ചെയ്യാതെ പോയവരുടെ എല്ലാം തിരിച്ചു കൊടുക്കണം അല്ലേ. ആർക്കൊക്കെയാണ്? 700 ഷെയർസ് അലോട്ട് ചെയ്ത ആദ്യത്തെ കാറ്റഗറിയിൽ 300 ഷെയറിന്റെ പൈസ തിരിച്ചു കൊടുക്കണം. അത് ഈ ബാങ്ക് അക്കൗണ്ടിന്റെ എൻട്രിയിൽ വരും. ആൻഡ് സെക്കൻഡ് കേസിൽ നമ്മൾ ഈ എക്സാമ്പിളായി എടുത്ത 900ലെ ബാക്കി ഒരു 100 ഉണ്ടെങ്കിൽ ആ 100ഉം കൂടെ ടു ബാങ്ക് എന്ന് പറഞ്ഞ് ലൈൻ ഐറ്റത്തിലേക്ക് ആഡ് ആയി വരും. ദിസ് ഇസ് ആ കോമ്പൗണ്ട് എൻട്രി. ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു എൻട്രിയാണ്. നൗ വളരെ റെയർ ആയിട്ട് സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ് ആപ്ലിക്കേഷൻ സ്റ്റേജിൽ തന്നെ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്ത ഷെയറിനെ കളക്ട് ചെയ്യുക. പൊതുവെ പ്രീമിയം കളക്ട് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുന്ന ചോദ്യങ്ങളിലും മജോറിറ്റി ടൈമിലും അലോട്ട്മെന്റ് സ്റ്റേജിലാണ്. പക്ഷെ വളരെ റെയർ ആയിട്ട് ആപ്ലിക്കേഷൻ സ്റ്റേജിലും ചോദിച്ചിരിക്കാം. അപ്പൊ ആപ്ലിക്കേഷൻ സ്റ്റേജിലാണ് അത് വരുന്നതെങ്കിൽ you will have to write this one line item also in due entry. Yeah. ആ ഒരു പ്രീമിയത്തിന്റെ എൻട്രി ഇവിടെ എഴുതുന്നതിന് മുൻപ് ഫസ്റ്റ് എൻട്രിയിൽ ഒരു ചെറിയ ചേഞ്ച് വരും. എന്തായിരിക്കും ആ ചേഞ്ച്? 1000 shares into 2 or 500 shares into 2 or 1500 shares into 2. ഇവിടെ 2 എന്ന് ഞാൻ അസ്യൂം ചെയ്തത് ആപ്ലിക്കേഷൻ മണി മാത്രമാണ് അല്ലേ. പക്ഷെ അതിൻ്റെ കൂടെ പ്രീമിയവും കൂടെ വരികയാണെങ്കിൽ ആ ആപ്ലിക്കേഷൻ സ്റ്റേജിൽ അതിന് എത്ര രൂപ ഞാൻ കളക്ട് ചെയ്യണം? 7 രൂപ. അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റേജിൽ പ്രീമിയം കളക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആദ്യത്തെ എൻട്രിയിൽ 7 രൂപ പെർ ഷെയർ ആയിരിക്കണം എൻട്രി എഴുതേണ്ടത്. Now if the question has premium but it is not collected at application stage, then ആദ്യത്തെ എൻട്രിയിൽ പെർ ഷെയർ എഴുതാൻ പോകുന്നത് 2 rupees ആണ്, provided this 5 rupees is the premium. I hope it is clear to you. Now coming back to our discussion that premium application stage ലാണ് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ and we are moving on to due entry. അപ്പോൾ ഡ്യൂ ആകുമ്പോഴാണ് ക്യാപിറ്റൽ ഇത്രയെന്നും പ്രീമിയം ഇത്രയെന്നും നമ്മൾ പറഞ്ഞ് ബൈഫർക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡ്യൂ ആകുന്ന സമയത്ത് 2 രൂപ നമ്മൾ ക്യാപിറ്റലിലേക്ക് മാറ്റും. 7 രൂപ കിട്ടി അല്ലേ ആദ്യത്തെ എൻട്രി. അപ്പോൾ ബാക്കി 5 രൂപ എങ്ങോട്ടേക്ക് മാറ്റണം? ഇറ്റ് ഹാസ് ടു ഗോ ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ആൻഡ് ദാറ്റ് വിൽ ഗോ ടു റിസർവ്സ് ആൻഡ് സർപ്ലസ്. ദിസ് വിൽ ഗോ ടു ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സിലെ ഷെയർ ക്യാപിറ്റൽ ആ ഒരു പോർഷനിലേക്ക് പോകും. ആൻഡ് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ്സ് ആൻഡ് സർപ്ലസ്. So this is due entry of application stage. Now allotment എന്നാണോ ഫൈനലൈസ് ചെയ്യുന്നത് അന്ന് തന്നെ അലോട്ട്മെന്റ് ഡ്യൂ ആകുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ് അവർ പറയുന്ന സമയത്ത് അലോട്ട്മെന്റ് ഡ്യൂ ആകുകയാണ്. ഡ്യൂ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡ്യൂ ഡേറ്റ് എന്ന് പറയാറില്ലേ, നമുക്ക് സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ ഫീസ് അടയ്ക്കണം, അതിനൊരു ഡേറ്റ് തരും, ചിലപ്പോൾ 10ാം തീയതി അടയ്ക്കണം. എന്നിട്ട് ഒരു 5 ദിവസം സമയം കൊടുക്കും. 5 ദിവസത്തിനുള്ളിൽ നിങ്ങൾ തരണം. 5 ദിവസം കഴിഞ്ഞാൽ ഫൈനോട് കൂടി തരണം അല്ലേ. ആ 10ാം തീയതിയാണ് ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് 5 days നമ്മൾക്ക് തന്നിരിക്കുകയാണ്. വിത്തിൻ 5 days യു കം ആൻഡ് പേ ദ കോളേജ് ഫീസ്. അതുപോലെ തന്നെ അങ്ങോട്ട് ട്രീറ്റ് ചെയ്താൽ മതി യുവർ സ്കൂൾ ഫീസ്. ദ ഷെയർ അലോട്ട്മെന്റ് ഡ്യൂ ആകുന്നത് എപ്പോഴാണ്?
അലോട്ട്മെന്റ് നമ്മൾ ഫൈനലൈസ് ചെയ്ത് ഈ ഒരു സ്റ്റേജിൽ ഓരോ ഷെയർ ഹോൾഡറിനെയും കണ്ടുപിടിച്ച് അവർക്ക് ഫിക്സ് ചെയ്തു, അവരോടും എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തു കമ്പനി ദാറ്റ് ദീസ് ആർ യുവർ ഷെയർസ്, യു ആർ ദ ഷെയർ ഹോൾഡർ ഫോർ സോ ആൻഡ് സോ മെനി ഷെയർസ് എന്ന് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അലോട്ട്മെന്റ് ഡ്യൂ ആകുകയാണ് അല്ലെ, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ പറയുന്ന ഒരു ഡേറ്റിൽ അലോട്ട്മെന്റ് ഡ്യൂ ആകുകയാണ്. ഡ്യൂവിൻ്റെ അന്ന് യു വിൽ റെക്കോർഡ് ദ entry by transferring to capital and securities premium if premium is collected not in application stage but in allotment stage. Now ഇതാണ് application stage ഉം allotment ഉം തമ്മിലുള്ള allotment അല്ലെങ്കിൽ call stages തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ഞാൻ പറഞ്ഞത്. application stage എപ്പോഴും receipt entry ആയിരിക്കും ആദ്യം എഴുതുന്നത്, due entry ആയിരിക്കും രണ്ടാമത് എഴുതുന്നത്, because we do not know how many shares are going to be wanted by investors or public അല്ലേ. അപ്പോൾ അത് ആക്ച്വലി ബാങ്കിലേക്ക് വന്നു കഴിയുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ എത്ര ആവശ്യക്കാരുണ്ടായിരുന്നു. പക്ഷെ അലോട്ട്മെന്റ് സെക്കൻഡ് എൻട്രിയിൽ കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റേജിൽ വി ഓൾറെഡി നോ എത്ര ഷെയർസ് ആണ് ഞാൻ അലോട്ട് ചെയ്തിരിക്കുന്നതെന്ന്. സോ therefore how much money I have to collect from them is also known to me. The first case എമൗണ്ട് എത്ര കളക്ട് ചെയ്യണമെന്നറിയാം, പക്ഷെ എത്ര ഷെയർസ് ആണ് ആവശ്യക്കാർ വരുന്നതെന്ന് നമ്മൾക്കറിയില്ല. അതുകൊണ്ടാണ് റെസിപ്റ്റ് ആദ്യം വരുന്നത്. അലോട്ട്മെന്റ് സ്റ്റേജിൽ വരുമ്പോൾ എത്ര രൂപ വാങ്ങിക്കണമെന്നും അറിയാം, ആർക്കൊക്കെയാണ് ഞാൻ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് അലോട്ട് ചെയ്തതെന്ന് സെക്കൻഡ് എൻട്രി വഴി ഫിക്സും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്കും കൺഫ്യൂഷൻ ഇല്ല. ഐ ഓൾറെഡി നോ മൈ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഐ ഓൾറെഡി നോ ദ എമൗണ്ട് ദാറ്റ് ഐ ഹാവ് ടു കളക്ട് ഫ്രം ദം ആസ് അലോട്ട്മെന്റ് സ്റ്റേജ്. സോ therefore due entry will come first and receipt entry will come next for allotment stage and for all call money stages. So share allotment in entry due entry ആദ്യം എഴുതണം. ഇവിടെയും ഷെയർ ആപ്ലിക്കേഷൻ പോലെ തന്നെ ഷെയർ അലോട്ട്മെന്റ് ഇസ് എ കൺട്രോൾ അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു മീഡിയേറ്റർ അക്കൗണ്ട് ആണ്. അത് റെസിപ്റ്റ് എൻട്രിയും കൂടെ വന്നു കഴിയുമ്പോൾ നോക്ക് ഓഫ് ആയി പോകേണ്ട ഒരു ലെഡ്ജർ ആണ്. സോ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് to share capital. Due entry എന്ന് പറയുന്നത് എപ്പോഴും ഓർക്കുക, due entry means credit will be to capital account and securities premium ഉണ്ടെങ്കിൽ securities premium account, അതിനെയാണ് due entry എന്ന് പറയുന്നത്. That is you are finalizing the amount that has to go to your capital account already നിങ്ങൾ ഫിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ പ്രീമിയം ഉണ്ടെങ്കിൽ പ്രീമിയം, ഇപ്പോൾ ക്യാപിറ്റലും പ്രീമിയം എപ്പോഴും ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി സൈഡിൽ വരുന്ന ഒരു ലെഡ്ജർ ആണ് അല്ലേ. അപ്പോൾ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി സൈഡിൽ എല്ലാം ക്രെഡിറ്റ് ബാലൻസസ് ആണ്. സോ ഷെയർ ക്യാപിറ്റൽ ആൻഡ് സെക്യൂരിറ്റീസ് പ്രീമിയം വിൽ ഓൾവേസ് ബി ക്രെഡിറ്റഡ് ഇൻ ഡ്യൂ എൻട്രി. സോ ഡെബിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ആരെയായിരിക്കണം, ആ സ്റ്റേജ് ഏതാണോ നോക്കുക, അലോട്ട്മെന്റ് ആണോ, കോൾ ആണോ, ഫസ്റ്റ് കോൾ ആണോ, സെക്കൻഡ് കോൾ ആണോ, ഫൈനൽ കോൾ ആണോ, അതായിരിക്കണം ഡെബിറ്റ് ചെയ്യേണ്ട ലെഡ്ജർ. സോ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം. നൗ ഈ സെക്കൻഡ് എൻട്രിയുടെ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ എൻട്രിയിലും ഇവിടെയും സെക്യൂരിറ്റീസ് പ്രീമിയം ഞാൻ കാണിച്ചിട്ടുണ്ട് അല്ലേ. ബട്ട് ബോത്ത് വിൽ നോട്ട് അപ്പിയർ ഇൻ വൺ ക്വസ്റ്റ്യൻ. ആദ്യത്തെ കേസിലെ സെക്യൂരിറ്റീസ് പ്രീമിയം ഇഫ് പ്രീമിയം വാസ് കളക്റ്റഡ് ഇൻ ആപ്ലിക്കേഷൻ സ്റ്റേജ്. ഇനി പ്രീമിയം അലോട്ട്മെന്റ് സ്റ്റേജിലാണ് വരുന്നതെങ്കിലോ ഫസ്റ്റ് എൻട്രി വിൽ ബി ഫോർ 2 rupees. അപ്പോൾ ഈ സെക്യൂരിറ്റീസ് പ്രീമിയത്തിന്റെ ഈ ഒരു ലൈൻ ഐറ്റം ഈ സെക്കൻഡ് പോർഷൻ ഓഫ് ജേർണൽ എൻട്രിയിൽ വരത്തേയില്ല. സെക്യൂരിറ്റീസ് പ്രീമിയം വിൽ ഓൺലി കം ഇൻ ദ തേർഡ് ജേർണൽ എൻട്രി wherein you are recording the due entry for share allotment. Yeah. So due entry എഴുതി share allotment to share capitals to securities premium and then comes നമ്മൾ പറഞ്ഞ പോലെ കോളേജ് ഫീസിന്റെ സ്കൂൾ ഫീസിന്റെ കാര്യം പറഞ്ഞ പോലെ ഒരു ഡ്യൂ ഡേറ്റ് തരും, ഇത്ര ദിവസത്തിനുള്ളിൽ അടയ്ക്കണം അല്ലേ. ആ ലാസ്റ്റ് ഡേയിൽ നമ്മൾ ബാങ്കിലേക്ക് എത്ര വന്നു എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. സോ ദാറ്റ് വിൽ ബി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അലോട്ട്മെന്റ്. ഇതിന്റെ കൂടെ 2-3 ലെഡ്ജേഴ്സ് വരുന്നുണ്ട്, ബട്ട് കീപ് ഇറ്റ് അസൈഡ്. അത് ഞാൻ പറഞ്ഞതുപോലെ കോമ്പൗണ്ട് എൻട്രീസ് ആണ്. മാക്സിമം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ വരുന്ന ആ ഒരു മെയിൻ ജേർണൽ എൻട്രി ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടെങ്കിൽ. സോ ഒരു നോർമൽ സെനാരിയോ ആണെങ്കിൽ അലോട്ട്മെന്റിലെ മുഴുവൻ പൈസയും ബാങ്കിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എൻട്രി വിൽ ബി പ്ലെയിൻ ആൻഡ് സിമ്പിൾ. ബാങ്ക് അക്കൗണ്ട് കൂടണം. സോ യു ഹാവ് ടു ഡെബിറ്റ് ദ അസറ്റ്. ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക. ആരെ ക്രെഡിറ്റ് ചെയ്യണം? ക്യാപിറ്റൽ ഓൾറെഡി നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇനി ക്രെഡിറ്റ് ചെയ്യേണ്ടത് ആ
കൺട്രോൾ അക്കൗണ്ട്, അതായത് നമുക്ക് റൂട്ട് ചെയ്യാൻ വേണ്ടി ഇന്ന കാരണം കൊണ്ടാണ് എൻ്റെ പൈസ കൂടിയത്, ക്യാപിറ്റൽ കൂടിയത് എന്ന് പറയാൻ നമ്മൾ ഉപയോഗിച്ച ആ ഒരു മീഡിയേറ്റർ ആയിട്ട് വെച്ച ആ ലെഡ്ജർ നമുക്ക് ഇനി ആവശ്യമില്ല അല്ലേ. അപ്പൊ അതിനെ ക്ലോസ് ചെയ്യണമെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യണം, ബിക്കോസ് ഇൻ പ്രീവിയസ് എൻട്രി വി ഹാഡ് ഡെബിറ്റഡ്. സോ ഷെയർ അലോട്ട്മെന്റിന്റെ ഇവിടെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത്രയും ഉള്ളൂ ജേർണൽ എൻട്രി. ബട്ട് എമൗണ്ട് എഴുതേണ്ടത് എന്താണ്? നൗ ഫുള്ളി സബ്സ്ക്രൈബ്ഡ് അല്ലെ അണ്ടർ സബ്സ്ക്രൈബ്ഡ് ആണെങ്കിൽ ഈ ഷെയർ അലോട്ട്മെന്റിന്റെ എൻട്രി, ഈ ഒരു തേർഡ് എൻട്രി ഇവിടെ വരുന്ന എൻട്രിയിലെ എമൗണ്ട് എന്താണോ അത് തന്നെയായിരിക്കും അടുത്ത എൻട്രിയിൽ ക്രെഡിറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യുന്നത്. ബട്ട് ഇഫ് ദ ക്വസ്റ്റ്യൻ വാസ് എ ഓവർ സബ്സ്ക്രിപ്ഷൻ കേസ് ആൻഡ് യു ഹാഡ് പ്രോ റേറ്റ അലോട്ട്മെന്റ്. പ്രോ റേറ്റ അലോട്ട്മെന്റ് ഉണ്ടെങ്കിൽ എപ്പോഴും ഓർക്കുക, അലോട്ട്മെന്റ് സ്റ്റേജിൽ കുറച്ചൊക്കെ ചിലപ്പോൾ ഷെയർ ആപ്ലിക്കേഷൻ സ്റ്റേജിൽ കിട്ടിയ പൈസ അലോട്ട്മെന്റിലേക്കും കോളിലേക്കും ഒക്കെ അഡ്ജസ്റ്റ് ആയി കാണും. അങ്ങനെ അഡ്ജസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ പൈസ ഇനി വീണ്ടും ചെന്ന് നമ്മൾക്ക് ഇവരോട് ചോദിക്കാൻ പറ്റുമോ? എക്സാമ്പിൾ ഓഫ് ദ സെക്കൻഡ് ലോട്ട് ഹു ആസ്ക്ഡ് ഫോർ 300 ഷെയർസ്. അവർക്ക് 100 ഷെയർ നമ്മൾ കൊടുത്തുള്ളൂ, ബാക്കി 200 ഷെയറിന് അവർ തന്ന പൈസ നമ്മൾ എന്താണ് പറഞ്ഞത്, കമ്പനി എന്താണ് പറഞ്ഞത്, we will adjust it against allotment of call money alle. So we will have to stick on to that. We cannot go and ask them again money because they have already given us that money. appo nammal endu cheyanam, actual receipt of allotment money varumbol already pro rata basis il allotment poyappol endengilum excess undayirunathu allotment stage ilekku adjust cheyidittundayirunnengil that amount should be deducted and recorded here. ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഷെയർ അലോട്ട്മെന്റ് സ്റ്റേജിലേക്ക് അഡ്ജസ്റ്റ് ആയത് ഇമാജിൻ 300 rupees ആണ്. ആക്ച്വൽ ഷെയർ അലോട്ട്മെന്റിൽ നമ്മൾ കളക്ട് ചെയ്യേണ്ടത് 500 ആണെന്ന് വെക്കുക. സോ ആക്ച്വൽ റെസീപ്റ്റ് ഓഫ് അലോട്ട്മെന്റ് മണിയിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത് എത്ര മാത്രമാണ്? 200. ഇത്ര ഓർത്താൽ മതി. ഈ 3 എൻട്രി കഴിയുമ്പോൾ ഷെയർ അലോട്ട്മെന്റ് എന്ന് പറയുന്ന കൺട്രോൾ അക്കൗണ്ട് ഷുഡ് നോട്ട് എക്സിസ്റ്റ്. That will be completely cancelled. So 500 debit vannu, 300 200 രണ്ട് ക്രെഡിറ്റ് വന്നിട്ടുണ്ട് among 2 separate journal entries. പല ഡേറ്റിലുള്ള 2 journal entryയുടെ കോമ്പിനേഷൻ ആയിട്ട് 300 200 കൂടെ വന്ന് ഇത് ഫുള്ളി നോക്ക് ഓഫ് ആയി പോയിട്ടുണ്ട്. സോ അതാണ് ഞാൻ റിമാർക്സ് എഴുതിയിരിക്കുന്നത്. ഈ 200 വരുന്നത് എങ്ങനെയാണ്? amount from previous entry against share allotment less any credit from second entry in allotment account. സെക്കൻഡ് എൻട്രി എന്താണ്? പ്രോ റേറ്റ ബേസിസിൽ ആപ്ലിക്കേഷൻ സ്റ്റേജിൽ നിന്ന് അലോട്ട്മെന്റിലേക്കൊക്കെ എൻട്രി ക്രെഡിറ്റ് എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് കുറച്ചിട്ടുള്ളത് വേണം ഇവിടെ കാണിക്കാൻ. Now the next thing that you have to remember is ഈ ഒരു അപ്രോച്ച് ആണ് ജനറലി വി ഫോളോ. ആൻഡ് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലും അത് തന്നെയായിരിക്കും കാണാൻ പോകുന്നത്. ബട്ട് വെരി റയർലി ചിലപ്പോൾ ചില ഗൈഡിലോ മറ്റൊരു രീതിയിലും കൂടെ അല്ല മറ്റൊരു രീതിയിൽ ഒരു പ്രസന്റേഷൻ വരാം. That we will discuss just after this calls and areas and calls and advance. ഇനി എന്താണ് calls and area? നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ കുറച്ചൊക്കെ അറിയാം. അരിയർ എന്ന് വെച്ചാൽ എന്താണ് അല്ലെ? അരിയർ ഇപ്പം എക്സാമിന് എഞ്ചിനീയറിംഗ് കോളേജിലോ അങ്ങനെയൊക്കെ പഠിക്കുന്നവരല്ലേ, ഡിഗ്രി ആർട്സ് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് അരിയേഴ്സ് ഉണ്ട്, സപ്ലൈ ഉണ്ട് എന്നൊക്കെ അല്ലേ. അതെന്താണ്? നമ്മൾ എന്തെങ്കിലും ചെയ്ത് തീർക്കേണ്ടിയിരുന്നത് യു ഹാവ് നോട്ട് കംപ്ലീറ്റഡ്. സെയിം ആസ് ദ കേസ് വിത്ത് അരിയേഴ്സ്. You were supposed to, അതായത് investor was supposed to pay money to the company. അപ്പോൾ കമ്പനിക്ക് കിട്ടേണ്ടിയിരുന്ന കുറച്ച് കാര്യങ്ങൾ അതുവരെയും കിട്ടിയില്ല. അതിനെയാണ് കോൾസ് ഇൻ അരിയർ എന്ന് കമ്പനി പറയുന്നത്. പക്ഷെ കോൾസ് ഇൻ അരിയർ എന്ന പേരുണ്ടെങ്കിലും അത് കോൾ മണി മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്നതല്ല. അലോട്ട്മെന്റ് സ്റ്റേജിലും എന്തെങ്കിലും ആരെങ്കിലും തരാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിനും പൊതുവായിട്ടുള്ള ഒരു പേരാണ് കോൾസ് ഇൻ അരിയർ. സോ കോൾസ് ഉള്ളത് കൊണ്ട് doesn't mean that it's exclusively for call monies. It can even include arrears at allotment stage. Now we will come to this discussion. 200 rupees കിട്ടാനുണ്ട് അല്ലേ? ബാക്കി കുറച്ച് പേരുടെ എന്നൊക്കെ 200 കിട്ടാനുണ്ട്. അപ്പോൾ അവസാനത്തെ അലോട്ട്മെന്റിനുള്ള ആൾക്കാരൊന്നും എടുക്കാം. നമുക്ക് 200 ഷെയർസ് അലോട്ട്മെന്റ്. അവർ കുറച്ച് പൈസ തരാണ്ട് അതിലൊരു 10 പേര് തന്നില്ല എന്ന് വെക്കാം. ജസ്റ്റ് റാൻഡം അമൗണ്ട്സ് എന്ന് എടുക്കുകയാണ്. 10 പേര് തന്നില്ല. അപ്പോൾ 200 രൂപ കിട്ടേണ്ട അടുത്ത് ഒരു 10 രൂപ തരാനുള്ള ആൾ തന്നില്ല എന്ന് വെക്കാം. So how much will we get? We will get only 190 in my bank account. And how much we will credit share allotment with?
200. So what happens to the 10 rupees? That's a calls in arrear that the company is supposed to get. അപ്പോൾ പിന്നീട് ഈ 10 രൂപ തരേണ്ട ആള് അടുത്ത സ്റ്റേജ് കോൾ സ്റ്റേജ് എത്തുമ്പോൾ 20 രൂപ തരേണ്ട ആളാണെന്ന് വെക്കുക. അന്ന് അയാൾ കൊണ്ടുവന്ന പൈസ തരുമ്പോൾ 20 രൂപ കൊണ്ടു തരുമ്പോൾ ആദ്യമേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അയാളുടെ പഴയ ഡ്യൂ ആയിരിക്കും. ഈ 10 രൂപ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ളത് അയാളുടെ പ്രസന്റ് ഡ്യൂവിലേക്ക്. ഇന്ന് നമ്മുടെ സ്കൂൾ ഫീസും കോളേജ് ഫീസുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കിയാൽ മതി. വളരെ സിമ്പിൾ ആണ്. ഇഫ് വി ഡോണ്ട് പേ എ ഫീസ്, നമ്മളിപ്പോൾ സ്കൂൾ ഫീസ് അല്ലെങ്കിൽ ട്യൂഷൻ ഫീസ് ഒരു മാസം അടച്ചില്ല എന്ന് വെക്കാം. അടുത്ത മാസം കൊണ്ട് നമ്മൾ ട്യൂഷൻ ഫീസ് ജൂലൈയിൽ നിങ്ങൾ അടച്ചില്ല, ഓഗസ്റ്റിൽ ട്യൂഷൻ ഫീസ് അടയ്ക്കാനാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഫീസ് കൊണ്ട് കൊടുത്താൽ അവിടെ ഇരിക്കുന്ന ഓഫീസ് സ്റ്റാഫ് നിങ്ങൾക്ക് റെസീപ്റ്റ് ചെയ്ത് തരാൻ പോകുന്ന ഓഗസ്റ്റ് മാസത്തേക്ക് ജൂലൈ മാസത്തേക്ക് അവർ ജൂലൈയിലേക്ക് എഴുതുന്നത്. കാരണം അവരെന്ത് ചെയ്യും, പ്രീവിയസ് ഡ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രീവിയസ് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് തീർത്തിട്ട് ഇനി അടുത്തതിലേക്ക് എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. അപ്പോൾ calls in arrear എന്ന് പറയുന്നത് മാറ്റിവെക്കുന്നത് will be something that the company is supposed to get but has not received it, and later on there is a scope that he can get this amount also. അപ്പോൾ അതിനെ സെപ്പറേറ്റ്ലി പാർക്ക് ചെയ്ത് calls in arrear എന്ന് പറഞ്ഞ് വെക്കുകയാണ്. This is calls in arrear. Now allotment stage നടക്കുമ്പോൾ തന്നെ മറ്റൊരു വിഭാഗം ആൾക്കാർ കാണും who has excess money in their bank account, and what will they do? അവർ വിചാരിക്കുകയാണ് ഇനി അടുത്ത കോൾ മണിയുടെ ഡേറ്റ് ഈ കമ്പനി അനൗൺസ് ചെയ്യുമ്പോൾ നോക്കിയിരിക്കണം. why should I wait for all that? എന്നിട്ട് ടെൻഷൻ അടിക്കണം, ആ സമയത്ത് ചെയ്തില്ലെങ്കിൽ പിന്നെ calls in arrear ആകും, അതിന് ഇൻട്രസ്റ്റ് ഒക്കെ കൊടുക്കേണ്ടി വരും. why should I go through all that pain? let me pay advance for the next calls also. ഇനി വരാൻ പോകുന്ന പൈസയും കൂടെ കൊടുത്തങ്ങ് തീർത്തേക്കാം. അപ്പം നമുക്കും എളുപ്പമാണ്, അതായത് ഇൻവെസ്റ്ററിന് എളുപ്പമാണ്. ഇനി കമ്പനി ചോദിച്ചാലും നമ്മൾ ഓൾറെഡി കൊടുത്തെന്ന് പറയാമല്ലോ. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗം ഇൻവെസ്റ്റേഴ്സും കാണും. അപ്പോൾ അങ്ങനെ അടുത്ത കോൾ, ഫസ്റ്റ് കോൾ അല്ലെങ്കിൽ സെക്കൻഡ് കോളിന്റെ പൈസയും അലോട്ട്മെന്റ് സ്റ്റേജിൽ തന്നെ കൊണ്ട് തരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ട് എല്ലാം അല്ലെങ്കിൽ അവരുടെ എമൗണ്ട് എല്ലാം നമ്മൾ എങ്ങോട്ട് മാറ്റും? calls in advance. Imagine that is 50 rupees. Now this 50 rupees credit ചെയ്തുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. You would have received this in your bank account also. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ 190 രൂപ കിട്ടിയത് അലോട്ട്മെന്റിന്റെ പൈസയും 50 രൂപ കിട്ടിയത് ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന കോൾസിന്റെ പൈസയുമാണ്. ബാങ്ക് അക്കൗണ്ടിൽ 240 rupees അങ്ങനെയായിരിക്കും നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്. Now calls in arrear 10 rupees is with respect to the സ്റ്റേജ് ബീങ് കോൾഡ്. അലോട്ട്മെന്റ് സ്റ്റേജ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അതിലാണ് അരിയർ വന്നിരിക്കുന്നത്. സോ കോൾസ് ഇൻ അരിയർ 10 രൂപ നമ്മൾ ഡെബിറ്റ് ചെയ്യും. കോൾസ് ഇൻ അഡ്വാൻസ് നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്. കോൾസ് ഇൻ അരിയർ വൈ ഡെബിറ്റ്? ബിക്കോസ് ദ കമ്പനി ഈസ് സപ്പോസ് ടു ഗെറ്റ് ദിസ് എമൗണ്ട് ഫ്രം ദ ഇൻവെസ്റ്റേഴ്സ്. അല്ലെ, അപ്പോൾ കമ്പനിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അസറ്റ് ആകാൻ സാധ്യതയുള്ള ഒരു 10 രൂപയാണ്. Once that person comes and pay 10 rupees, it will come to my bank account. അല്ലെ, ബാങ്ക് അക്കൗണ്ട് എന്താണ്? എൻ്റെ അസറ്റ് ആണ്. അപ്പോൾ അസറ്റ് ആകാൻ സാധ്യതയുള്ള ഒരു എമൗണ്ട് ആണ് ഈ 10 രൂപ. അതുകൊണ്ട് ഞാൻ കോൾസ് ഇൻ അരിയർ എന്ന് പറഞ്ഞുള്ള ഒരു പേര് ക്രിയേറ്റ് ചെയ്ത് ഒരു സെപ്പറേറ്റ് ലെഡ്ജറിലേക്ക് വെക്കുകയാണ് വിത്ത് ഡെബിറ്റ് ബാലൻസ്. Now what happens to calls in advance? കമ്പനിക്ക് ഇതുവരെ റൈറ്റ്സ് സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല on call, because call ഇതുവരെ ഡ്യൂ ആയിട്ടില്ല. ഫസ്റ്റ് കോൾ ഇതുവരെ ഡ്യൂ ആയിട്ടില്ല. ഡ്യൂ ആകാത്ത ഒരു കോളിന്റെ പൈസ ഇപ്പോഴേ കിട്ടുകയാണെങ്കിൽ ക്യാൻ ദ കമ്പനി ഹോൾഡ് ഇറ്റ്സ് റൈറ്റ്സ് ഓൺ ദാറ്റ് എമൗണ്ട്? ഇല്ല. ആ ഇൻവെസ്റ്ററിന് എപ്പോൾ വേണമെങ്കിലും തിരികെ അത് ചോദിക്കാം, അല്ലേ? അങ്ങനെ ഒന്ന് വിചാരിച്ചു നോക്കുക. അപ്പൊ തിരികെ ചോദിക്കാമെങ്കിൽ ഇറ്റ് ക്യാൻ മീൻ ദാറ്റ്, ഓർ യു ക്യാൻ ഐഡന്റിഫൈ ഇറ്റ് ആസ് എ ലയബിലിറ്റി ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് എ കമ്പനി. അപ്പോൾ കമ്പനിക്ക് ഇതൊരു ലയബിലിറ്റി മോഡൽ ആണെങ്കിൽ ലയബിലിറ്റിക്ക് എന്ത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ബാലൻസ്. അതുകൊണ്ടാണ് കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇനി വളരെ റെയർ ആയിട്ട് നമ്മളുടെ ഗൈഡിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒക്കെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് കണ്ടിട്ടുണ്ടായിരിക്കും. കോൾസ് ഇൻ അരിയർ ഉപയോഗിക്കാതെ ഈ ഷെയർ അലോട്ട്മെന്റിൽ തന്നെ 5, ഇപ്പൊ 200 ആണ് കാണിക്കേണ്ടത്, ഇവിടെ 200 മൈനസ് 10, അതായത് ഞാൻ എഴുതിയിരിക്കുന്ന എക്സ്പ്ലനേഷൻ കഴിഞ്ഞ് പിന്നെയും ഒരു മൈനസ് കോൾസ് ഇൻ അരിയർ, എന്നിട്ട് 190 രൂപ ഷെയർ അലോട്ട്മെന്റിൽ കാണിക്കണം. അപ്പൊ വാട്ട് ഹാപ്പൻസ്? 500 ഡെബിറ്റ് ഉണ്ടായിരുന്നു ഷെയർ അലോട്ട്മെന്റിന്,
300 and 190 490 ക്രെഡിറ്റ് ഷെയർ അലോട്ട്മെന്റിനുണ്ട്. അപ്പോൾ ഷെയർ അലോട്ട്മെന്റിന് 10 രൂപയുടെ ഒരു ഡെബിറ്റ് ബാലൻസ് വരികയാണ്. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് കോൾ സിനാരിയോ എന്ന് പറയുന്ന ലെഡ്ജർ ഹാവിങ് എ ഡെബിറ്റ് ബാലൻസ് ഓഫ് 10 rupees, ഷെയർ അലോട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ലെഡ്ജറിന് തന്നെ 10 രൂപ ബാലൻസ് ഉണ്ട്. ഇത് ഏതെങ്കിലും ഒന്നേ നടക്കുകയുള്ളൂ. അപ്പോൾ ചിലപ്പോൾ കോൾ സിനാരിയോ യൂസ് ചെയ്യാതെ ആ സ്റ്റേജിൽ തന്നെ ആ കോൾ സിനാരിയോന്റെ എമൗണ്ട് ബാലൻസ് ആയിട്ട് കാണിക്കാറുണ്ട് ചില ടെക്സ്റ്റിലൊക്കെ. അപ്പോൾ അങ്ങനെ കണ്ടാലും നിങ്ങൾ വറി ചെയ്ത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് കോൾ സിനാരിയോന്റെ എമൗണ്ട് മാത്രം. പക്ഷേ CS സ്റ്റഡി മെറ്റീരിയലും CMAയിലും ഫോളോ ചെയ്യുന്നതും ഇറ്റ് ഈസ് ബെറ്റർ ടു ഫോളോ ഓൾസോ കോൾ സിനാരിയോ എന്ന് പറയുന്ന മെത്തേഡിൽ ചെയ്യുന്നതായിരിക്കും. മറ്റൊരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പം നിങ്ങൾ വേറെ എവിടെയെങ്കിലും അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഡു നോട്ട് വറി, ദിസ് ഇസ് ഹൗ ദേ വുഡ് ഹാവ് ഡൺ. ബട്ട് I would prefer you to follow using call scenario and calls in advance because that is how study material does. So once allotment money receipt stage in entry കഴിയുമ്പോൾ we move on to a call being made. That can be first call, final call, സെക്കൻഡ് കോള്, അങ്ങനെ ഒത്തിരി കോൾസ് ഉണ്ട്. അതായത് അലോട്ട്മെന്റ് സ്റ്റേജ് കഴിഞ്ഞ് പൈസ വാങ്ങിക്കാവുന്ന സ്റ്റേജസിനെയൊക്കെ കോൾ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റേജേ ഉള്ളെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് കാണും, വെറുതെ കോൾ മണി എന്ന് പറയുന്നത് കാണും. അപ്പോൾ ഒന്നിൽ കൂടുതൽ കോൾ സ്റ്റേജസ് ഉണ്ടെങ്കിൽ, അതായത് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് ഒന്നിൽ കൂടുതൽ തവണകളായിട്ടാണ് ബാക്കിയുള്ള പൈസ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതെങ്കിൽ ഫസ്റ്റ് കോൾ എന്നും ഫൈനൽ കോൾ എന്നും കാണും. അപ്പോൾ എങ്ങനെയാണോ ക്വസ്റ്റ്യന്റെ സിറ്റുവേഷൻ തന്നിരിക്കുന്നത് അതനുസരിച്ച് ഇവിടെ എൻട്രി റെക്കോർഡ് ചെയ്യുക കേട്ടോ. ഓൺ എ കോൾ ബീങ് മെയ്ഡ് എന്ന് ഞാൻ കോമൺ ആയിട്ടേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ 2 കോൾ ഉണ്ടെങ്കിൽ 2 തവണയും ഇതേപോലെ എൻട്രി റെക്കോർഡ് ചെയ്യണം. സെയിം ജേർണൽ എൻട്രി, ഡ്യൂ എൻട്രി ആദ്യം റെക്കോർഡ് ചെയ്യും. ഏത് കാരണം കൊണ്ടാണോ ക്യാപിറ്റലിലേക്ക് വരുന്നത് അവരെ ആ ഒരു പേര് വെച്ചിട്ട് ഡെബിറ്റ് ചെയ്യുക. ഷെയർ കോൾ അക്കൗണ്ട്, ഫസ്റ്റ് കോൾ ആണെങ്കിൽ ഫസ്റ്റ് കോൾ എന്ന് പ്രീഫിക്സ് കൊടുത്ത് ചെയ്യുക. ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അല്ലെങ്കിൽ സെക്കൻഡ് കോൾ ആണെങ്കിൽ അതനുസരിച്ച് ടു ഷെയർ ക്യാപിറ്റൽ. കോൾ സ്റ്റേജസിൽ ഒന്നും പ്രീമിയം കളക്ഷൻ നടക്കാറില്ല. പ്രീമിയം കളക്ഷൻ നടക്കുന്നത് ഒന്നെങ്കിൽ ആപ്ലിക്കേഷൻ സ്റ്റേജിലും അല്ലെങ്കിൽ അലോട്ട്മെന്റ് സ്റ്റേജിലുമാണ്. ആപ്ലിക്കേഷനും വളരെ റെയർ ആണ്. അതുകൊണ്ട് പ്രീമിയത്തിന്റെ എൻട്രി പൊതുവെ വരാൻ സാധ്യതയുള്ളത് ദിസ് ഏരിയ അലോൺ. പൊതുവെ ഞാൻ പറയുന്നത് മജോറിറ്റി റെയർ ആയിട്ട് ഇവിടെ വന്നെന്നിരിക്കും ആപ്ലിക്കേഷൻ സ്റ്റേജ്. അതാണെങ്കിൽ ഈ ഒരു ഇതാണ് ഫോളോ ചെയ്യുന്നത്. അതർ ദാൻ ദാറ്റ് കോൾ സ്റ്റേജസിൽ ഈ എമൗണ്ട് വരാൻ സാധ്യത ഇല്ല. So on a call being made, share call account to share capital, same way like allotment money stage, bank account data, calls and arrears എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ കോൾ ടു ഷെയർ ടു കോൾസ് ഇൻ അഡ്വാൻസ്. ഇവിടെയും പ്രീവിയസ് എൻട്രി ഷെയർ കോൾ എത്രയാണോ കിട്ടേണ്ടത് അതിൽ നിന്ന് സെക്കൻഡ് എൻട്രി പ്രോറേറ്റ ബേസിൽ കോളിലേക്കും എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് കുറച്ചിട്ട് വേണം ഷെയർ കോളിനെ ക്രെഡിറ്റ് ചെയ്യും. ഇനി ഇവിടെ ഒരു കാര്യം പറയേണ്ടത്, കോൾസ് ഇൻ അഡ്വാൻസ് ഇൻ അലോട്ട്മെന്റ് സ്റ്റേജിൽ, കോൾസ് ഇൻ അഡ്വാൻസ് ഇൻ അലോട്ട്മെന്റ് സ്റ്റേജ് ആ ഒരു എൻട്രി ഞാൻ എഴുതാൻ വിട്ടുപോയി. അത് ഞാനിപ്പോൾ ഇങ്ങോട്ട് എഴുതി കാണിക്കും. നമ്മളിപ്പോൾ പറഞ്ഞു എക്സാമ്പിൾ ആയിട്ട് അലോട്ട്മെന്റ് സ്റ്റേജിൽ ഒരു 50 രൂപ കോൾസ് ഇൻ അഡ്വാൻസ് കിട്ടിയിട്ടുണ്ട്. ഇമാജിൻ ദാറ്റ് വാസ് ഒരു 1 കോളും കൂടെ ഉള്ളൂ അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെയാണ് കിട്ടിയെന്ന് വെക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റെസിപ്റ്റിന്റെ സമയത്ത് imagine we have to actually get 500. ഈ ഒരു സ്റ്റേജിൽ ഷെയർ കോളിലേക്ക് ഒന്നും പോയിട്ടില്ല. അപ്പോൾ 500 ആയിരുന്നു ഡ്യൂ, 500 ആണ് കിട്ടേണ്ടത് എന്നും വെക്കുക. അപ്പോൾ 500 നമ്മൾ ഷെയർ കോളിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഫുൾ 500 നമ്മൾക്ക് കിട്ടണം. പക്ഷെ ഓൾറെഡി അലോട്ട്മെന്റ് സ്റ്റേജിൽ 50 രൂപ കോൾസ് ഇൻ അഡ്വാൻസ് കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വീണ്ടും കോൾ മണി തരാൻ പൈസ തരാൻ ആവശ്യപ്പെടുമ്പോൾ കമ്പനിക്ക് ഈ 50 രൂപയും കൂടി ചോദിക്കാൻ പറ്റുമോ? ഇല്ല, അവർ ഓൾറെഡി തന്നു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് എത്രയേ കിട്ടുകയുള്ളൂ? ബാങ്ക് അക്കൗണ്ടിൽ 450 രൂപ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ടു ദ 50 rupees? That will be cancelled. Now, calls in advance ആയിട്ട് കിടന്നത് കോൾ മണി കിട്ടേണ്ട അന്ന് വരെ അഡ്വാൻസ് ഉള്ളൂ. നമ്മൾ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് വെച്ചിരുന്നതിന്റെ കാരണം ഇറ്റ് വാസ് നോട്ട് ദ കമ്പനീസ് റൈറ്റ് ഓർ കമ്പനി ഡിഡ് നോട്ട് ഹാവ് എ റൈറ്റ് ഓവർ ദോസ് അമൗണ്ട്സ്. ഇറ്റ് വാസ് എ ലയബിലിറ്റി ടിൽ അത് കമ്പനിയുടെ റൈറ്റ് ആയി മാറുന്നിടം വരെ. റൈറ്റ് ആവുന്ന എന്താണ്? കോള് വിളിച്ച് പൈസ എല്ലാം തരേണ്ട ദിവസം അത് കമ്പനിയുടെ അവകാശമാണ്. അപ്പോൾ അതിനുശേഷം കോൾസ് ഇൻ അഡ്വാൻസിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അന്നത്തെ ദിവസം ഈ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്ന ലെഡ്ജറിന്റെ ആവശ്യമില്ല. യു ഹാവ് ടു ക്യാൻസൽ ഇറ്റ്.
Now it already has a credit balance. How will you cancel it? By debiting it. So ഈ ഒരു എൻട്രി കൂടെ കഴിയുമ്പോൾ calls in advance completely knock off ആയി പോകും അല്ലേ. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഈ ഒരു പോർഷൻ ഇപ്പോൾ ഇഗ്നോർ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ എൻട്രി ഒന്ന് വായിച്ചു നോക്കിയാൽ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് 450 രൂപ അന്ന് കിട്ടി, അതിൻ്റെ കൂടെ 50 രൂപ ഇതിന് മുന്നത്തെ അലോട്ട്മെന്റ് സ്റ്റേജിൽ കിട്ടിയ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് 50, ബോത്ത് പുട്ട് ടുഗെദർ ഷെയർ കോളിലേക്ക് 500. അങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത്. ഇനി കോൾസ് ഇൻ ഏരിയസ് ഞാൻ സ്ട്രൈക്ക് ഔട്ട് ചെയ്തത്, ഇമാജിൻ ഈ 500 രൂപ കിട്ടേണ്ടതിൽ ഒരു 10 രൂപ കുറച്ച് അല്ലെങ്കിൽ 20 രൂപ കുറച്ച് പേര് തരാനുണ്ടെന്ന് വെക്കാം. അവസാനത്തെ കോൾ സ്റ്റേജിൽ കുറച്ച് പേര് തരാനുണ്ട്. സോ ദാറ്റ് മീൻസ് ബാങ്ക് അക്കൗണ്ടിൽ എത്രയായിരിക്കും ആ വർഷം വന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ആ സ്റ്റേജിൽ വന്നിട്ടുണ്ടാവുക? 500 രൂപ കിട്ടണമായിരുന്നു. അതിൽ 50 രൂപ അലോട്ട്മെന്റ് സ്റ്റേജിൽ തന്നെ അഡ്വാൻസ് ആയിട്ട് കിട്ടി. അപ്പോൾ വി കനോട്ട് ആസ്ക് ദം ടു പേ അഗൈൻ. സോ അത് കിട്ടില്ല. അതിൻ്റെ കൂടെ 20 രൂപ അഡീഷണലി ആരൊക്കെയോ ഡീഫോൾട്ട് ചെയ്തു. അപ്പോൾ എത്രയും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരികയുള്ളൂ? only 430. So bank account will be debited with 430. Calls in advance account will be debited with 50 to cancel out the previous credit, because it has it is no longer an advance but the right of the company. Pinne additional 20 രൂപ calls in arrears in that stage. All these three put together to share call 500. ഇനി ഇതും വൺ കോൾ അല്ല, ഒന്നിൽ കൂടുതൽ കോൾ ഉണ്ടെങ്കിൽ, അടുത്ത ഫൈനൽ കോളിലേക്ക് ഒരു അഡ്വാൻസ് എമൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കോൾസ് ഇൻ അഡ്വാൻസ് ആയിട്ട് വരും. സോ നമുക്ക് ഒരു എക്സാമ്പിൾ എക്സ്റ്റെൻഡ് ചെയ്യാം. അടുത്ത ഒരു കോളും കൂടെ ഉണ്ട്, അതിൽ കിട്ടേണ്ട പൈസ ഒരു 10 രൂപയും കൂടെ ഈ ഒരു സ്റ്റേജിൽ തന്നെ കിട്ടി. അങ്ങനെയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്രയാണ് വന്നിട്ടുണ്ടാവുക? 440. So we will write 440 here. Yeah, and what will be the entry? Bank account debit 440. Calls in arrear ഈ പ്രാവശ്യം തരാനുള്ളവർ ഡീഫോൾട്ട് ചെയ്ത 20. Calls in advance account debit previous സ്റ്റേജിൽ അഡ്വാൻസ് തന്നത് നോക്ക് ഓഫ് ചെയ്യാനുള്ള 50. To share call 500. To calls in advance 10. ഇന്നൊക്കെ ടാലി ആയിട്ടുണ്ടോ? 440 plus 20 plus 50. 460 plus 50, 510 ഡെബിറ്റ് സൈഡിൽ വരും. ക്രെഡിറ്റ് സൈഡിൽ ഷെയർ കോള് 500ഉം കോൾസ് ഇൻ അഡ്വാൻസ് 10ഉം. അങ്ങനെ 510 510 രണ്ടിടത്തും വരും. അപ്പോൾ കോൾസ് ഇൻ അഡ്വാൻസ് ഈ ഡെബിറ്റ് സൈഡിൽ വരുന്നത് പ്രീവിയസ് അഡ്വാൻസ് ആയിട്ട് കിടന്നത് ആക്ച്വൽ ഡ്യൂ റെസീപ്റ്റ് സ്റ്റേജ് എത്തുമ്പോൾ നോക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എൻട്രിയാണ്. അത് ഞാൻ ഈ തന്നിരിക്കുന്ന ഈ പ്രിന്റിൽ എഴുതാൻ മറന്നുപോയതാണ്. പ്ലീസ് remember to add it also. അപ്പോൾ അതൊക്കെ വളരെ അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്താൽ മതി. പക്ഷെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് ഓർക്കുക കേട്ടോ. അപ്പം അഡ്വാൻസ് അല്ലാതാവുന്ന സമയത്ത് ഈ കോൾസ് ഇൻ അഡ്വാൻസ് പിന്നെ കാണാൻ പാടില്ല. കോൾസ് ഇൻ അഡ്വാൻസ് കംപ്ലീറ്റ്ലി നോക്ക് ഓഫ് ആയി പോകണം. അപ്പോൾ അതിന് ഓൾറെഡി ക്രെഡിറ്റ് ബാലൻസ് ഉള്ളതിനെ എങ്ങനെ നോക്ക് ഓഫ് ചെയ്യും? ബൈ ഡെബിറ്റിംഗ് ഇറ്റ്. Yeah, so that is what is done in fifth entry. Now calls in arrears and calls in advance means calls in arrears കമ്പനിക്ക് കിട്ടാനുള്ള പൈസ കിട്ടാതിരുന്നപ്പോഴാണ് അല്ലേ. അപ്പോൾ കമ്പനി എന്ത് പറയും? നിങ്ങളുടെ പൈസ താമസിച്ചല്ലേ തരുന്നത്, സോ ഐ ആം ഗോയിങ് ടു ചാർജ് അഡീഷണൽ ഇൻട്രസ്റ്റ് ഓവർ ദാറ്റ് അരിയർ. ഇപ്പോൾ 10 രൂപ ഇന്ന് നിങ്ങൾ തരണമായിരുന്നു, ഇന്ന് തരാത്തതുകൊണ്ട് നമ്മുടെ സ്കൂൾ ഫീസും കോളേജ് ഫീസും പോലെ തന്നെ 2 ദിവസത്തിനുള്ളിൽ ഫീസ് അടയ്ക്കേണ്ടതാണ്. 2 ദിവസം കഴിഞ്ഞു കൊണ്ടുവന്നാൽ ഫീസിൻ്റെ കൂടെ ഒരു 5 രൂപ അല്ലെങ്കിൽ 10 രൂപ ഫൈനും കൂടെ. സെയിം കോൺസെപ്റ്റ്. ഇവിടെ ആ ഫൈൻ എന്നല്ല പറയുന്നത്, ഇൻട്രസ്റ്റ് എന്നാണ് പറയുന്നത്. നിങ്ങൾ താമസിച്ചു തരുന്ന പൈസയ്ക്ക് ഞാൻ കമ്പനി അവർക്കൊരു കടം കൊടുത്തു അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റി കൊടുത്തു, അതിന് അവരുടെ കയ്യിൽ നിന്ന് പലിശ വാങ്ങിക്കുന്ന പോലെയാണ് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്തത്. സോ കോൾസ് ആൻഡ് അരിയേഴ്സ് ഈസ് ഓൾവേസ് ആൻ അസറ്റ് ഫോർ ദ കമ്പനി അല്ലേ. എന്തുകൊണ്ടാണ് അസറ്റ്? ബിക്കോസ് ആ പൈസ കിട്ടുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ആണ് കൂടുന്നത്. സോ ഇൻഡയറക്ട്ലി ഇൻ ഫ്യൂച്ചറിൽ അസറ്റ് ആവാൻ സാധ്യതയുള്ള ഒരു ഐറ്റമാണ് ഈ കോൾസ് ആൻഡ് അരിയർ എന്ന് പറയുന്നത് കിടക്കുന്നത് ലെഡ്ജറിലുള്ളത്. സോ അതിൻ്റെ മേൽ നമ്മൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ കമ്പനിക്ക് ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യാനാണ് പോകുന്നത്. കമ്പനിക്ക് ഇൻകം ആണ് അല്ലേ. സോ therefore interest on calls and arrears is an income and incomes will be credited. So to interest on calls and arrears, and from whom should we get this? We should get this from the shareholders, and therefore we debit shareholders account. It is not a part of share capital അല്ലേ. ഷെയർ ക്യാപിറ്റലിന്റെ ഭാഗമാണോ? ഇല്ല. ഷെയർ ക്യാപിറ്റലിന്റെ ഭാഗമാകുന്ന എപ്പോഴാണ്? കമ്പനി ഓൾറെഡി ഇഷ്യൂ ചെയ്യുന്ന ഷെയർ ഇത്ര രൂപയ്ക്കാണ്, ഫേസ് വാല്യൂ ഇത്ര എന്ന് പറഞ്ഞ് ഇഷ്യൂ ചെയ്യുന്നത് മാത്രമേ ഷെയർ ക്യാപിറ്റലിൽ വരികയുള്ളൂ.
ഷെയർ ഹോൾഡേഴ്സ് അവരുടെ എന്തെങ്കിലും പേഴ്സണൽ കാര്യം കൊണ്ട് താമസിച്ച് പൈസ അടയ്ക്കുന്നതിൽ കിട്ടുന്ന വരുമാനം ഒന്നും ഷെയർ ക്യാപിറ്റലായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അതൊരു അഡീഷണൽ ഇൻകം ആണ്. അപ്പോൾ അഡീഷണൽ ഇൻകത്തിനെ ഒരു ഡെറ്റർ എന്ന രീതിയിൽ ഷെയർ ഹോൾഡറിനെ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ വെക്കുകയാണ് ആ ഒരു പോർഷന് വേണ്ടി മാത്രം. സോ അതുകൊണ്ട് ഷെയർ ഹോൾഡറിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഫോർ ദിസ് ഇൻട്രസ്റ്റ് പോർഷൻ അലോൺ ഈസ് മൈ ഡെറ്റർ. അവർ ആ ഇൻട്രസ്റ്റിന്റെ പൈസ കൊണ്ട് തരുമ്പോൾ എൻ്റെ ബാങ്ക് ബാലൻസ് കൂടും. ഷെയർ ഹോൾഡർ ഇനി എൻ്റെ ഡെറ്റർ അല്ല. ഫോർ ദാറ്റ് പാർട്ട് അലോൺ, ഇൻട്രസ്റ്റ് പാർട്ട്, അവരെ ഷെയർ ഹോൾഡർ അക്കൗണ്ട് നോക്ക് ഓഫ് ആകും. സെയിം വേ ഇഫ് ദ ഷെയർ ഹോൾഡർ ഹാസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ആൻഡ് കോൾ മണി. അപ്പോൾ കോൾസിന് അഡ്വാൻസ് ഉണ്ടെങ്കിൽ നേരെ തിരിഞ്ഞു വരും അല്ലേ. അവരുടെ കയ്യിലിരിക്കേണ്ട, ഇൻവെസ്റ്ററിന്റെ കയ്യിലിരിക്കേണ്ട പൈസ ഇൻവെസ്റ്റർ കൊണ്ട് കമ്പനിക്ക് തരികയാണ്. അപ്പോൾ കമ്പനിക്ക് വേണമെങ്കിൽ നേരത്തെ കിട്ടി ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുന്ന പൈസയൊക്കെ പല പ്രോജക്ട്സിന് വേണ്ടിയും ഉപയോഗിക്കാം. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് എ ലോൺ ഫെസിലിറ്റി പ്രൊവൈഡഡ് ബൈ ദ ഷെയർ ഹോൾഡർ. സോ ജസ്റ്റ് ലൈക്ക് കോൾസ് നെറിയറിൽ നിന്ന് കമ്പനി ഒരു ഇൻട്രസ്റ്റ് പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ഈ ഫെസിലിറ്റി ഷെയർ ഹോൾഡർ കമ്പനിക്ക് കൊടുക്കുമ്പോൾ ഷെയർ ഹോൾഡറും തിരിച്ചൊരു ഇൻട്രസ്റ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ. സോ ഇഫ് കോൾസ് ഇൻ അഡ്വാൻസ് ഇസ് എ ലൈബിലിറ്റി, ഒരു ലോൺ ലൈബിലിറ്റി ആണ് അല്ലേ. അപ്പോൾ അതേപോലെയുള്ള ഒരു കോൾസ് ഇൻ അഡ്വാൻസും ഒരു ലൈബിലിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ അതിൽ വരുന്ന ഇൻട്രസ്റ്റ് ഇറ്റ്സ് എ ലൈബിലിറ്റി ഓർ എക്സ്പെൻസ് ഫോർ ദ കമ്പനി. എക്സ്പെൻസ് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെബിറ്റ്. And to whom should the company pay this? To the shareholder. For this portion of interest on calls and advance alone, shareholder will be treated like a creditor. And once അയാൾക്കുള്ള പൈസ ഇൻട്രസ്റ്റ് പോർഷൻ കൊടുത്തു കഴിയുമ്പോൾ ഷെയർ ഹോൾഡറിന്റെ അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യും ബൈ ഡെബിറ്റിംഗ് ആൻഡ് നമ്മുടെ ബാങ്കിൽ നിന്ന് പൈസ കൊടുക്കും. That is payment of interest on calls and advance. Yeah. And then important journal entries from this chapter, forfeiture and reissue and profit on issues. ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത് ഈ പ്രോറേറ്റ ബേസിസിലുള്ള അലോട്ട്മെന്റ്. സോ ഈ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എൻട്രീസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കോൾസിന് എതിർ കോൾസിന് അഡ്വാൻസ് വരുന്നത്. ആൻഡ് ദെൻ ഇമ്പോർട്ടൻസ് വിൽ ബി ഫോർ forfeiture of shares, reissue of forfeited shares, ആ ഒരു സ്റ്റേജ്. സോ അതാണ് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, forfeiture of shares. Now what is forfeiture? ഇപ്പോൾ ഷെയർസിന്റെ ഇഷ്യൂ നടത്തി പലരും ഷെയർ ഹോൾഡേഴ്സ് കമ്പനി ആക്കി കഴിഞ്ഞു. എന്നിട്ട് ഓരോ സ്റ്റേജിലും അലോട്ട്മെന്റ്, കോൾ മണി, ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ ഒക്കെ ആകുമ്പോൾ കമ്പനി പറയുകയാണ് ഇന്ന ദിവസത്തിനുള്ളിൽ അലോട്ട്മെന്റ് സ്റ്റേജിലെ പൈസ കൊണ്ടുവരും, ഫസ്റ്റ് കോളിലെ പൈസ കൊണ്ടുവരും. അങ്ങനെ കമ്പനി ആവശ്യപ്പെടുമ്പോൾ ഈ ഷെയർ ഹോൾഡർ ആയിട്ട് അലോട്ട്മെന്റ് കിട്ടിയവരെ കൊണ്ട് പൈസ കൊടുക്കണം. ഇഫ് സം ഷെയർ ഹോൾഡേഴ്സ് ഡീഫോൾട്ട് ദെയർ, നമ്മൾ പറഞ്ഞു കോൾസ് നെറിയർ പലയിടത്തും നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു അല്ലേ. അപ്പൊ അങ്ങനെ ഡീഫോൾട്ട് നടക്കുമ്പോൾ ചിലപ്പോൾ ആദ്യത്തെ ഡീഫോൾട്ടിൽ തന്നെ, അല്ലെങ്കിൽ ചില കമ്പനീസ് റെക്കറിംഗ് ആയിട്ട് 2 തവണ ഡീഫോൾട്ട് വരുത്തുമ്പോൾ എന്ത് ചെയ്യും, ആ ഷെയർ ഹോൾഡറിനെ ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡർ ലിസ്റ്റിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യും. ബിക്കോസ് ദേ നോ ദാറ്റ് ദേ ആർ നോട്ട് ഗോയിങ് ടു പേ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഷെയർസിനെ കമ്പനി ഫോർഫീറ്റ് ചെയ്യും, അതായത് തിരികെ വാങ്ങിക്കും. ഷെയർ ഹോൾഡറിന്റെ അവകാശത്തിൽ നിന്ന് അല്ലെങ്കിൽ റൈറ്റ്സിൽ നിന്ന് കമ്പനി വിൽ ടേക്ക് ഇറ്റ് ബാക്ക്. അതിനെയാണ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാപ്പൻസ് വെൻ ദർ ഇസ് എ ഡീഫോൾട്ട് ഹാപ്പനിങ്. ആൻഡ് ഡീഫോൾട്ട് ഒരു തവണ ആയാലും ചിലപ്പോൾ ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്, ഒന്നിൽ കൂടുതലാകുമ്പോൾ മാത്രം ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. സോ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വസ്റ്റ്യൻ ദാറ്റ് യു ആർ ഡീലിംഗ് വിത്ത്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കി ഏത് സ്റ്റേജിലാണ് ഫോർഫീച്ചർ എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഏത് സ്റ്റേജിലാണ് ഫോർഫീച്ചർ എന്ന് മനസ്സിലാക്കുക. സോ ഫോർഫീറ്റ് ചെയ്യുമ്പോഴുള്ള എൻട്രി, വെൻ ഷെയർസ് വെർ അലോട്ടഡ് ടു ഷെയർ ഹോൾഡേഴ്സ്, നമ്മൾ എന്ത് ചെയ്തു, ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെബിറ്റും കൊടുത്തു. ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നതിന്റെ ക്യാപിറ്റൽ ബേസിനെയും കൂട്ടുകയാണ് നമ്മൾ ചെയ്യുന്നത്. ബട്ട് വെൻ ദോസ് ഷെയർസ് ആർ requested back from the shareholders, it is no longer my capital. So what should you ideally do? Share capital ആയി ക്രെഡിറ്റ് ചെയ്തതിനെ ഡെബിറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യുക. സോ ഫസ്റ്റ് പാർട്ട് ഓഫ് forfeiture of shares is share capital account debit and called up value. അതായത് ഇത്രയും നാളുമാണ്, അതായത് അവർ എന്നാണോ forfeit ചെയ്യുന്നത്, called up value ഇവിടെ എഴുതിയതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ബിക്കോസ് ആപ്ലിക്കേഷൻ, അലോട്ട്മെന്റ്, ഫസ്റ്റ് കോൾ, ഫൈനൽ കോൾ, ഇങ്ങനെ 4 സ്റ്റേജസിലാണെന്ന് വെക്കുക. ഏത് സ്റ്റേജിലാണ് അവർ ഫോർഫീച്ചർ നടത്തിയത്? ഇഫ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് ഉടനെയാണ് ഫോർഫീച്ചർ നടത്തിയതെങ്കിൽ ഷെയർ ക്യാപിറ്റലിലേക്ക് അക്യുമുലേറ്റ് ആയി ക്രെഡിറ്റ് ആയി പോയത് എത്ര എമൗണ്ട്സ് മാത്രമേ കാണുള്ളൂ? ആപ്ലിക്കേഷനിലെ 2 രൂപ, അലോട്ട്മെന്റിലെ 5 രൂപ അല്ലേ? Put together 7 rupees. So whatever has been called up
till date as share capital at the time of this forfeiture should be debited. അതായത് forfeiture നടക്കുമ്പോൾ ഈ ഷെയർസിന് എത്ര ഷെയർ ക്യാപിറ്റലിലേക്ക് ക്രെഡിറ്റ് പോയിട്ടുണ്ടോ അത് എത്രയാണെന്ന് മനസ്സിലാക്കി അതിനെ തിരിച്ച് ഡെബിറ്റ് ചെയ്യുക. അതാണ് ഫസ്റ്റ് പോർഷൻ. ഈ സെക്യൂരിറ്റീസ് പ്രീമിയത്തിന്റെ കാര്യം തൽക്കാലം ഒന്ന് ഇഗ്നോർ ചെയ്തേക്കാം. വി വിൽ കം ടു ദാറ്റ്. സോ ഷെയർ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്തു. നെക്സ്റ്റ് ഇസ് ടു ക്രെഡിറ്റ് ആൻഡ് ക്ലോസ് different stages wherein there was a default. Default എവിടെയൊക്കെ ഉണ്ടായിരുന്നു ഈ forfeiture-നെ സംബന്ധിച്ചിടത്തോളം ആ default stages ഒക്കെ നമ്മളിവിടെ credit ചെയ്യും. So if the default was in allotment stage, നമ്മൾ എന്ത് ചെയ്യും? To share allotment. Now ഇത് മൂന്നിനും കൂടെ ചേർത്താണ് to share allotment account, to share first call, to share final call എന്ന് പറയുന്നതിനാണ് ഇവിടെ സൈഡിൽ റിമാർക്സ് എഴുതിയിരിക്കുന്നത് amount due but not paid. Yeah, these three put together. അപ്പം എല്ലാ കേസിലും ഈ മൂന്നും വരണമെന്നില്ല. മൂന്നും കൂടെ വന്നു കഴിഞ്ഞാൽ ഇതായിരിക്കണം കോമ്പൗണ്ട് എൻട്രി. അതുകൊണ്ട് ഞാൻ എഴുതിയതേ ഉള്ളൂ. ഇറ്റ് ക്യാൻ ബി simpler journal entry than this also based on the situation that you're dealing. So the stage that we or the example that we have taken allotment കഴിഞ്ഞിട്ടാണ് forfeiture അല്ലേ. അപ്പോൾ ഈ ഷെയർ ഫസ്റ്റ് കോളം ഫൈനൽ കോളം ഒന്നും കാണില്ല. അലോട്ട്മെന്റ് മാത്രമേ ഉള്ളൂ. അവിടെ എന്താണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? എമൗണ്ട് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്. So whatever is due on this forfeited shares. അപ്പോൾ forfeit ചെയ്ത 100 ഷെയർ ആണെങ്കിൽ ആ 100 ഷെയറിന് എത്ര രൂപയാണോ കിട്ടാനുണ്ടായിരുന്നത് ആൻഡ് കിട്ടിയില്ല അതിനെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. Amount due but not paid. Again I will stress this but not paid എന്ന് പറയുമ്പോൾ പ്രോ-റേറ്റ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെയും നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിക്കണം. വൈ? പ്രോ-റേറ്റ ബേസിൽ സ്റ്റേജിലുള്ള ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നതെങ്കിൽ അലോട്ട്മെന്റിന്റെ പൈസ കിട്ടുന്നത് ഈ ഒരു എൻട്രിയിൽ മാത്രമല്ല. റെസീപ്റ്റ് ഓഫ് ആപ്ലിക്കേഷനിൽ കുറച്ച് വന്നത് അലോട്ട്മെന്റിലേക്ക് അഡ്ജസ്റ്റ് ആയി പോയിട്ടുണ്ട് അല്ലേ. സോ ഫോർഫീച്ചറിന്റെ എൻട്രി എഴുതുമ്പോൾ amount due but not paid എഴുതുമ്പോൾ you have to consider the number of shares that are being forfeited into share allotment അതിന്റെ amount എടുക്കണം minus any adjustments that were done in pro rata basis allotment എന്ന് നോക്കിയിട്ട് ആ amount കുറച്ചിട്ട് വേണം amount due but not paid ഇല്ല. Yeah, because they might not have paid amount in share allotment in the receipt stage. പക്ഷെ അതിനു മുൻപ് അവർ എക്സസ് തന്നിട്ടുണ്ടായിരിക്കും. ആ എക്സസ് കുറെയൊക്കെ ഷെയർ അലോട്ട്മെന്റിലേക്ക് അഡ്ജസ്റ്റ് ആയി പോയിട്ടുണ്ട് അല്ലേ. അപ്പൊ അതിനും ശേഷമുള്ള ബാക്കി എമൗണ്ട് ആണ് അവർ തരാത്തത്. അപ്പൊ അതിന്റെ ബെനിഫിറ്റ് എന്തായാലും നമ്മൾ കൊടുത്തേ മതി. അതുകൊണ്ടാണ് amount due but not paid. So amount due എന്ന് മാത്രമല്ല ഇവിടെ എഴുതിയിരിക്കുന്നത് but not paid എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് നോക്കണം. Now if it is pro rata അല്ലാത്തൊരു കേസ് ആണെങ്കിൽ ഈ സെക്കൻഡ് എൻട്രിയിൽ ഇത്രയും എക്സ്റ്റൻഷൻ ഒന്നും കാണില്ല. You would only have share capital and security. Then you need not worry. 100 ഷെയറിന് എത്രയാണോ കിട്ടാതിരുന്നത് അത് അങ്ങനെ തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. പക്ഷേ pro rata ബേസിലാണെങ്കിൽ amount due ആണ് പക്ഷെ പേ ചെയ്യാതെ കിട്ടാത്തത് എത്രയെന്ന് സ്പെസിഫിക്കലി കണ്ടുപിടിക്കേണ്ടി വരും and that might require some computation on your part. Yeah. So ഇവിടെ നമ്മൾ ഷെയർ അലോട്ട്മെന്റിലേക്ക് കാണിച്ചിരിക്കുന്ന ചിലപ്പോൾ 300 ഷെയർസിനായിരിക്കും ആക്ച്വലി ഫോർഫീറ്റ് ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ 50 ഷെയറേ കാണുള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രപ്പോർഷനേറ്റ് ബേസിൽ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല വെച്ചിട്ട് നിങ്ങൾ കമ്പ്യൂട്ടേഷൻ നടത്തേണ്ടി വരുമായിരിക്കും. അതൊന്ന് ചെക്ക് ചെയ്തോളുക. So that and all I think you would have already covered when you actually discuss a problem based on forfeiture of shares. And I have taken few questions from CA study material forfeiture ന്റെ question ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും how that computation is done. Theoretically ഇത്രയും ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ക്രെഡിറ്റ് ചെയ്യേണ്ടത് amount due but not paid ആണ്. And if pro rata was applied in earlier stages, consider that entry also and check whether എന്തെങ്കിലും പേയ്മെന്റ് ആ ഒരു സ്റ്റേജിൽ എക്സസ് വഴി വന്നിട്ടുണ്ടോ അതും കൂടെ കുറച്ചിട്ടുള്ളത് മാത്രമേ അൺപെയ്ഡ് ആയിട്ടുള്ളൂ. അത് മാത്രമേ ഇവിടെ ക്രെഡിറ്റ് ചെയ്യാൻ പാടുള്ളൂ. So after all credits are done, you will transfer to a new ledger called forfeited shares. Forfeited shares എന്നതും ഇവിടെ എഴുതാം, shares forfeited account എന്നും എഴുതാം. ഇന്റർചേഞ്ചബിളി ആ വാക്കുകൾ ഉപയോഗിക്കും. അപ്പോൾ ക്വസ്റ്റ്യനിൽ ആ ഒരു പേര് തന്നിട്ടുണ്ടെങ്കിൽ അതേ പേര് എഴുതിക്കൊള്ളുക.
to forfeited shares. And what will be credited in that account? What amount you have received till date on those forfeited shares. നമ്മൾ forfeit ചെയ്ത ഷെയറിൽ ഇത്രയും നാളും കൊണ്ട് എത്ര രൂപ കിട്ടിയിട്ടുണ്ടോ അതാണ് ഇവിടെ കാണിക്കുന്നത്. So we had ignored securities premium. Now comes securities premium in the case. So companies പാറിന് വേണമെങ്കിലും ഷെയർസ് ഇഷ്യൂ ചെയ്യാം, സെക്യൂരിറ്റീസ് പ്രീമിയത്തിന് വേണമെങ്കിലും ഷെയർ ഇഷ്യൂ. പാറിന് ഇഷ്യൂ ചെയ്യുന്നതാണെങ്കിൽ ഇങ്ങനെ ഒരു ലൈൻ ഐറ്റത്തിനെ കുറിച്ച് ബോദർ ചെയ്യേണ്ട. ഷെയർ ക്യാപിറ്റൽ ഡെബിറ്റ് ടു ഈ തന്നിരിക്കുന്ന ടൂൾസിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് കൊടുത്ത് ക്ലോസ് ചെയ്യാം. ബട്ട് ഇഫ് ഷെയർസ് വെർ ഒറിജിനലി ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം, then you will have to think about two things. പ്രീമിയം ഏത് സ്റ്റേജിലാണ് കമ്പനി ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്? ആപ്ലിക്കേഷനിലാണോ അലോട്ട്മെന്റിലാണോ? ആൻഡ് പ്രീമിയം ഇൻവൈറ്റ് ചെയ്ത ആ സ്റ്റേജിൽ പ്രീമിയം എമൗണ്ട് കിട്ടിയിട്ടുണ്ടോ? ഇഫ് പ്രീമിയം വാസ് റിസീവ്ഡ്, പ്രീമിയം ഓൾറെഡി മുഴുവനായിട്ടും ഈ ഫോർഫീറ്റ് ചെയ്യുന്ന ഷെയർസിൽ കിട്ടി, അതിനുശേഷമുള്ള സ്റ്റേജ് തൊട്ടാണ് ഡിഫോൾട്ട് നടക്കുന്നതെങ്കിൽ, if premium is already received, even if the shares are going to be forfeited, you do not consider it. കാരണം അതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, അത് ഓൾറെഡി കിട്ടുകയും ചെയ്തു. സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറഞ്ഞ് വെറുതെ ക്രെഡിറ്റ് ചെയ്യുക മാത്രമല്ല, അത് ബാങ്കിൽ റിസീവും ചെയ്യും. അപ്പോൾ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ സെക്യൂരിറ്റീസ് പ്രീമിയം ആ ഷെയർ പിന്നീട് ഫോർഫീറ്റ് ചെയ്താലും ക്യാൻസൽ ചെയ്യേണ്ട കാര്യമില്ല. സോ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് വിൽ നോട്ട് ബി ഡെബിറ്റഡ് if premium was received on these forfeited shares. So when will you debit securities premium account? When premium also was not received along with other default amounts. അപ്പോൾ അലോട്ട്മെന്റ് ആയിക്കോട്ടെ, ഫസ്റ്റ് കോൾ ആയിക്കോട്ടെ, ഏത് സ്റ്റേജ് ആണെങ്കിലും ആ ഡീഫോൾട്ടുകളോടൊപ്പം പ്രീമിയത്തിനും ഒരു ഡീഫോൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ പ്രീമിയം റിസീവ് ചെയ്യാത്തതിനെ പോർഷൻ മാത്രമായിരിക്കണം ഡെബിറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നോട്ട് ഞാൻ താഴെ എഴുതിയിരിക്കുന്നത്, if premium is already received by the company, it cannot be cancelled even if the shares are forfeited. അപ്പോൾ പ്രീമിയം റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രീമിയം ഇവിടെ ഡെബിറ്റേ ചെയ്യേണ്ട. പക്ഷെ പ്രീമിയം റിസീവ് ചെയ്യാത്ത കേസസ് ആണെങ്കിൽ, ഫോർഫീച്ചർ നടന്നിട്ടുണ്ടെങ്കിൽ പ്രീമിയം നോട്ട് റിസീവ് ഷുഡ് ബി ഡെബിറ്റഡ് ആൻഡ് ക്യാൻസൽഡ്. വൈ? ബിക്കോസ് വെൻ സെക്യൂരിറ്റീസ് പ്രീമിയം നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞു അല്ലേ, പക്ഷെ അത് ബാങ്കിൽ റിസീവ് ചെയ്തിട്ടില്ല, ബട്ട് ഇറ്റ് സ്റ്റിൽ ലൈസ് ഇൻ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്ന് പറയുന്ന ക്രെഡിറ്റ് ബാലൻസിൽ കിടപ്പുണ്ട് ആൻഡ് ഇറ്റ് അൾട്ടിമേറ്റ്ലി ഗോ ടു റിസർവ്സ് ആൻഡ് സർപ്ലസ്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ എലിമിനേറ്റ് ചെയ്ത് പറയുകയാണ്, ഇറ്റ് ഈസ് നോട്ട് ദെയർ ഇൻ മൈ റിസർവ്സ് ആൻഡ് സർപ്ലസ് ബിക്കോസ് ഐ ഹാവ് നോട്ട് റിസീവ്ഡ് ഇറ്റ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയാണ് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്തത് if you have not received it in cash. Very important point ആണ്. അപ്പോൾ ഈ ഒരു ഏരിയ ടെസ്റ്റ് ചെയ്തെന്നിരിക്കും. So with that, forfeiture of shares journal entry is done. Then comes forfeit ചെയ്ത ഷെയർസ് കുറേ നാൾ കമ്പനിക്ക് ഹോൾഡ് ചെയ്യും, ഇമ്മീഡിയറ്റ്ലി റീഇഷ്യൂ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ റീഇഷ്യൂ ചെയ്യുന്നത് എപ്പോഴാണെങ്കിലും റീഇഷ്യൂ ചെയ്യുമ്പോൾ വീണ്ടും എന്ത് സംഭവിക്കും? ക്യാപിറ്റൽ റിസ്റ്റോർ ആകും. ഒറിജിനലി ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്തിരുന്നു, ഫോർഫീറ്റ് ചെയ്ത് ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് ഷെയർ തിരിച്ചു വാങ്ങിക്കുമ്പോൾ ഷെയർ ക്യാപിറ്റൽ നമ്മൾ റിവേഴ്സ് ചെയ്തു. Again, when these shares are reissued to a new party, again share capital comes into existence. അപ്പോൾ ഷെയർ ക്യാപിറ്റലിനെ again we will credit. And എന്തായിരിക്കും അവരുടെ കയ്യിൽ നിന്ന് കിട്ടാൻ പോകുന്നത്? കുറച്ച് പൈസ ആയിരിക്കും. So that will be debited to bank account. And in most of the cases, reissue നടന്നാലും it will be at a loss for the company. This is not discount. ഈ ഡിസ്കൗണ്ട് forfeited ഷെയർസ് റീഇഷ്യൂ ചെയ്യുന്ന നടക്കുന്നതാണ്. അതിനെ നമ്മൾ ഡിസ്കൗണ്ട് എന്നല്ല, ലോസ് ഓൺ ഫോർഫീച്ചർ എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് അലൗഡ്. ആദ്യത്തെ ഇഷ്യൂവിൽ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്നത് അലൗഡ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ. ലോസ് ഓൺ reissue of forfeited shares within the scope, and it is generally happening ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് നോട്ട് ആൻ ഇഷ്യൂ. അതിൻ്റെ ജേർണൽ എൻട്രി നമുക്ക് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ പൊതുവെ ഒരു ലോസിലായിരിക്കും റീഇഷ്യൂ നടക്കുന്നത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന പൈസ, ഷെയർ ക്യാപിറ്റൽ എത്ര രൂപയ്ക്കാണ് ഇവർ ഇഷ്യൂ റീഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ഫേസ് വാല്യൂവിൻ്റെ അത്രയും തന്നെ ചിലപ്പോൾ ബാങ്കിൽ വരണമെന്നില്ല അല്ലേ. 9 രൂപയ്ക്ക് റീഇഷ്യൂ ചെയ്തു, ബാങ്കിൽ 8 രൂപയെ കളക്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി 1 rupees is a loss
that happens at the time of reissue of forfeited shares, and that loss should be taken from forfeited shares account. If you see in previous entry, forfeited shares account in a credit balance ആണ്. This was the amount received from the previous shareholder till date. അപ്പോൾ അയാൾക്ക് നമ്മൾ തിരിച്ചു കൊടുക്കുന്നുണ്ടോ? ഇല്ല. അയാൾക്ക് ഇവിടെ എവിടെയെങ്കിലും ബാങ്ക് വരുന്നുണ്ടോ? ഒരിടത്തും വരുന്നില്ല. അപ്പം അയാൾ ഡീഫോൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ അയാളുടെ പേര് നമ്മൾ ഷെയർ ഹോൾഡർ ലിസ്റ്റിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. പക്ഷെ അയാൾ അന്ന് വരെ തന്ന പൈസ നമ്മൾ അയാൾ തിരിച്ചു കൊടുക്കുന്നത്. ബിക്കോസ് he lost that opportunity because of his default. For that, company is not going to bear any loss. അപ്പോൾ കമ്പനി എന്ത് ചെയ്യും? അയാൾ ഇത്രയും നാളും തന്ന പൈസ ഫോർഫീറ്റഡ് ഷെയർ എന്ന് പറയുന്ന മറ്റൊരു അക്കൗണ്ടിലേക്ക് ഒരു അഡീഷണൽ ഇൻകം കിട്ടിയ പോലെ ഒരു ക്രെഡിറ്റ് ലെഡ്ജറിലേക്ക് കൊണ്ടുവരും. പക്ഷെ അതൊരു ഇൻകം അല്ല. ദാറ്റ് ഇസ് സെറ്റ് aside to meet any losses that occurs when reissue of forfeited shares happen. അപ്പോൾ ഇതൊരു ഗെയിൻ ആണ് ഒരർത്ഥത്തിൽ, ആൻഡ് ദിസ് ഗെയിൻ ഇസ് കെപ്റ്റ് aside in a separate ledger called shares forfeited or forfeited shares account till റീഇഷ്യൂ ഹാപ്പൻസ്. ഇപ്പോൾ റീഇഷ്യൂ നടക്കുമ്പോൾ എന്തെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ ഈ ഒരു ഗെയിനിൽ നിന്ന് ലോസ് എല്ലാം നമ്മൾ ക്ലോസ് ചെയ്യാൻ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യാൻ ശ്രമിക്കും. അത് കഴിഞ്ഞിട്ടും ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം we will treat it as a gain which can be used by the company. Yeah. So ഈ forfeited shares അക്കൗണ്ടിൽ forfeiture-ന്റെ എൻട്രിയിൽ ക്രെഡിറ്റ് ബാലൻസ് ആണ് giving it an existence of a gain അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ ഒരു ബാലൻസ് കൊടുക്കുന്നു. ലോസ് വരുമ്പോൾ ഈ ഗെയിനിൽ നിന്നല്ല പ്രോഫിറ്റ് നിന്ന് ആദ്യം ലോസ് സെറ്റ് ഓഫ് ചെയ്യും. അതുകൊണ്ട് forfeited shares അക്കൗണ്ടിനെ റീഇഷ്യൂവിന്റെ എൻട്രിയിൽ ഡെബിറ്റ് ചെയ്ത് നമ്മൾ കളയും. മുഴുവൻ പോകണമെന്നില്ല, ലോസ് എത്ര ഉണ്ടോ അത് മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. ആൻഡ് ദെൻ after forfeiture happens and after reissue of those forfeited shares happen, there could be, like we said, some gain still left after setting off all losses which can be easily used by the company. അങ്ങനെ എന്തെങ്കിലും ലാഭം പിന്നെയും കിടപ്പുണ്ട് in forfeited shares എങ്കിൽ that will be transferred to capital reserve account. And ഇതിന് പ്രോബ്ലംസിലൊക്കെ കമ്പ്യൂട്ടേഷൻ കാണും. ഇഫ് ഫോർഫീറ്റഡ് ഷെയർസിൽ മുഴുവൻ ഷെയറും റീഇഷ്യൂ ചെയ്യുന്നില്ല, കുറച്ച് ഷെയർ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗെയിൻ പോർഷൻ ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ടിൽ തന്നെ കാണണം. അപ്പോൾ ഈ ക്യാപിറ്റൽ റിസർവ് ആയിട്ട് നമ്മൾ മാറ്റുന്ന എന്താണ്? ഫോർഫീറ്റഡ് ഷെയർസ് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 100 ഷെയറിൽ 20 ഷെയർ റീഇഷ്യൂ ചെയ്തു. ആ 20 ഷെയറിന്റെ ഗെയിന് ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ, പ്ലസ് 80 ഷെയറിന്റെ ഗെയിൻ. ആ 20 ഷെയറിന്റെ ഗെയിൻ ഇവിടെ വന്നിട്ടുണ്ട്. ആ 20 ഷെയർ റീഇഷ്യൂ ചെയ്തപ്പോൾ അതിന്റെ ലോസും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. After this loss of 20 shares reissue is adjusted to our 20 ഷെയറിന്റെ ഗെയിൻ, പിന്നെയും എന്തെങ്കിലും ഒരു ബാലൻസ് ഈ 20 ഷെയറിന് മേൽ ഉണ്ടായിരുന്നെങ്കിൽ ആ ഗെയിൻ പിന്നെ നമ്മൾക്ക് ആവശ്യമില്ല. ബിക്കോസ് ദാറ്റ് ഷെയർസ് ആർ നോ ലോങ്ങർ within the custody of the company. It has gone to a new shareholder, അല്ലെ, ഷെയർ ക്യാപിറ്റലായി പോയി. അപ്പോൾ അങ്ങനെ ഒരു ഗെയിൻ പിന്നെ ഫോർഫീറ്റഡ് ഷെയർസിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. Therefore we move it to capital reserve. പക്ഷേ ബാക്കി 80 shares which are still with the company, which are not yet reissued, ആ 80 ഷെയറിന്റെ ഗെയിന് ഫോർഫീച്ചർ വഴി വന്നിട്ടുള്ളത് ഷെയർസ് ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം. So this entry will require some computation on your part based on the question that you are getting. മുഴുവനായിട്ടും forfeit ചെയ്തതിനെ റീഇഷ്യൂ ചെയ്തെങ്കിൽ ബാലൻസ് ഉള്ളത് മുഴുവൻ ക്യാപിറ്റൽ റിസർവിലേക്ക് പോകും. പക്ഷെ ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ കുറച്ചെങ്കിലും റീഇഷ്യൂ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ക്യാപിറ്റൽ റിസർവിലേക്ക് പോകേണ്ട എമൗണ്ടിന് ഒരു കമ്പ്യൂട്ടേഷൻ കാണും, which you can refer to my other classes in which we have taken up some questions from study material in this regard. Yeah, so with that, reissue and forfeiture and the entries are completing, and then we have one more journal entry which you will actually face more in interlega പഠിക്കുമ്പോൾ amalgamation ഒക്കെ പറഞ്ഞ ചാപ്റ്ററിലായിരിക്കും കൂടുതൽ നിങ്ങൾ കാണാൻ പോകുന്നത്. But also understand that shares are issued mostly for cash. ബാങ്കിൽ പൈസ റേസ് ചെയ്യാൻ വേണ്ടിയാണ്, കമ്പനിക്ക് പൈസ റേസ് ചെയ്യാൻ വേണ്ടിയാണ്, ഫൈനാൻസ് റേസ് ചെയ്യാൻ വേണ്ടിയാണ് പലപ്പോഴും ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷെ വളരെ റെയർ ആയിട്ടുള്ള കേസിൽ ക്യാഷ് അല്ലാതെ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷിനും ഷെയർ ഇഷ്യൂ ചെയ്യും. ആ ഒരു എക്സാമ്പിളിന്റെ എൻട്രി ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഹാപ്പൻസ് വെൻ എക്സാമ്പിൾ ആയിട്ട് ദാറ്റ് എ കമ്പനി വാണ്ട്സ് ടു ബൈ എ ബിൽഡിംഗ്, ഒരു ബിൽഡിംഗ് വാങ്ങിക്കണം. ആ ബിൽഡിംഗ് വാങ്ങിക്കുമ്പോൾ പകരം എന്താണ് ആ ബിൽഡിംഗ് ഓണറിന് കൊടുക്കേണ്ടത്?
പൈസ കൊടുക്കണം അല്ലേ, അല്ലെങ്കിൽ ചെക്ക് എഴുതി കൊടുക്കണം. പക്ഷെ അതിന് പകരം ദേ ആർ ഇഷ്യൂയിങ് ഷെയർസ് ഓഫ് ദ കമ്പനി ടു ദാറ്റ് ബിൽഡിംഗ് ഓണർ. അപ്പോൾ അവർക്ക് പേയ്മെന്റ് ആയിട്ട് കൊടുക്കുന്നത് ക്യാഷ് അല്ല, പകരം നമ്മളുടെ കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡർ ആകാനുള്ള ഒരു അവസരം കൊടുക്കുകയാണ്. And we are issuing these shares for consideration other than cash. That means ഈ ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ആവുന്നുണ്ടെങ്കിലും ഡെബിറ്റ് സൈഡിൽ ബാങ്ക് ബാലൻസോ ക്യാഷ് ബാലൻസോ അല്ല കൂടുന്നത്, പകരം മറ്റൊരു അസറ്റ് കൂടുകയോ അല്ലെങ്കിൽ ഒരു ലൈബിലിറ്റി കുറയുകയോ ആണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളതിനെയാണ് കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് എന്ന് പറയുന്നത്. അതിന്റെ മേജർ എക്സാമ്പിൾ ആയിട്ട് അസറ്റ് പർച്ചേസിന് പകരമായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതാണ് നമ്മൾ പൊതുവെ കാണുന്നത്. Later on in interstage you will learn much more detail into this. So this is one of the examples wherein shares are issued for consideration other than cash, which means debit or opposite to the share capital is not a bank account or cash balance. It is something else. മറ്റൊരു asset or a liability ആണ് impact ആയിരിക്കുന്നത്. So asset വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് കാരണം ബിൽഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ്, ബിൽഡിംഗും കിട്ടി, പകരം നമുക്ക് പുതിയൊരു ഷെയർ ഹോൾഡറിനെ കിട്ടി, ക്യാപിറ്റലും റേസ് ആയി, ടു ഷെയർ ക്യാപിറ്റൽ നമ്മൾ പറയും. സോ ദീസ് ആർ ദ ജേർണൽ എൻട്രീസ് ദാറ്റ് യു ആർ ഗോയിങ് ടു ഫേസ് ഇൻ കമ്പനി അക്കൗണ്ട്സ് ഷെയർസ് ചാപ്റ്റർ. എല്ലാ ജേർണൽ എൻട്രീസും തന്നെ എടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ജേർണൽ എൻട്രീസ് ആസ് ഐ സെഡ് മെനി ടൈംസ്, ദീസ് ആർ ഓൾ കോമ്പൗണ്ട് ജേർണൽ എൻട്രീസ്. ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ജേർണൽ എൻട്രിയുടെ ആ ഒരു ഫൈനൽ സ്റ്റേജ് മാത്രം ഞാനിവിടെ തന്നിട്ടുള്ളൂ. പക്ഷേ എക്സാമിന് ഇങ്ങനെ തന്നെ ആയിരിക്കണം വരുന്നത്. ഇതിലും സിംപ്ലർ ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നെന്നിരിക്കാം. അതിൻ്റെ ഒരു സീക്വൻസ് സ്റ്റഡി മെറ്റീരിയലുണ്ട്. അപ്പോൾ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നിങ്ങൾക്ക് പോയി നോക്കിയാൽ clear ആകാവുന്നതേ ഉള്ളൂ. So I hope it is clear to all of you. And if you still feel any difficulty in any of these journal entries, do let me know in the comment section, and I'll try my best to clear it at the earliest. So till we meet again, stay safe and happy. Thank you so much.